ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഓം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ. നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം
കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ ദശമസ്കന്ധം 47-ാം അധ്യായമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ആദ്യത്തെ ഒരു 11 ശ്ലോകങ്ങൾ കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് കാണേണ്ടത്. ഉദ്ധവദൂതാണ് ഈ അധ്യായം മുഴുവനുള്ള വിഷയം. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഭാഗം 10 ശ്ലോകങ്ങൾ. ആ ഉദ്ധവദൂതിൻ്റെ അകത്ത് ഗോപികമാരുടെ പരിഭവം, ഭ്രമരഗീതം എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. ഭ്രമരഗീതമാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യം വായിക്കാം. ആദ്യത്തെ ഒരു പകുതി വായിക്കാം. 37ഓളം ശ്ലോകങ്ങൾ വായിക്കാം. 37 ശ്ലോകങ്ങൾ വായിക്കാം. മുഴുവൻ വായിക്കുന്നില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 47-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രിയഃ പ്രലംബബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസന്മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം ശുചിസ്മിതാ കോയമപി ച ദർശനഃ കുതശ്ച കസ്യാച്യുതവേഷഭൂഷണഃ ഇതി സ്മ സർവാ പരിവവ്രുരുത്സുകാഃ തമുത്തമശ്ലോകപദാംബുജാശ്രയം. തം പ്രശ്രയേണാവനതാ സുസത്കൃതം സവ്രീഡഹാസേക്ഷണസൂനൃതാദിഭിഃ രഹസി അപൃച്ഛന്നുപവിഷ്ടമാസനെ വിജ്ഞായ സന്ദേശഹരം രമാപതേഃ. ജാനീമസ്ത്വാം യദുപതേഃ പാർഷദം സമുപാഗതം ഭർത്രേഹ പ്രേഷിത പിത്രോഃ ഭവാൻ പ്രിയചികീർഷയാ. അന്യഥാ ഗോവ്രജേ തസ്യ സ്മരണീയം ന ചക്ഷ്മഹേ സ്നേഹാനുബന്ധോ ബന്ധൂനാം മുനേരപി സുദുസ്ത്യജഃ. അന്യേഷ്വർത്ഥകൃതാ മൈത്രീ യാവദർത്ഥവിഡംബനം പുംഭിഃ സ്ത്രീഷു കൃതാ യദ്വദ സുമനസ്വിവ ഷട്പദൈഃ. നിസ്വം ത്യജന്തി ഗണികാഃ അകൽപം നൃപതിം പ്രജാഃ അധീതവിദ്യാ ആചാര്യം ഋത്വിജോ ദത്തദക്ഷിണം. ഖഗാവീതഫലം വൃക്ഷം ഭുക്ത്വാ ചാതിദയോ ഗൃഹം ദഗ്ധം മൃഗാസ്തധാരണ്യം ജാരോ ഭുക്ത്വാ രതാം സ്ത്രിയം. ഇതി ഗോപ്യോ ഹി ഗോവിന്ദേ ഗതവാക്കായമാനസാഃ കൃഷ്ണദൂതേ വ്രജം ജാതേ ഉദ്ധവേ തെക്തലൗകികാഃ. ഗായന്ത്യഃ പ്രിയകർമാണി രുദത്യശ്ച ഗതഹ്രിയഃ തസ്യ സംസ്മൃത്യ സംസ്മൃത്യ യാനി കൈശോരബാല്യയോഃ. കാചിന്മധുകരം ദൃഷ്ട്വാ ധ്യായന്തി കൃഷ്ണസംഗമം പ്രിയപ്രസ്താവിതം ദൂതം കൽപ്പയിത്വേദമബ്രവീത്. ഗോപ്യുവാച. മധുപകിതവ ബന്ധോ മാ സ്പൃശാംഗ്രിം സപത്ന്യാഃ കുചവിലുളിതമാലാ കുങ്കുമശ്മശ്രുഭിർനഃ. വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം
യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമീദൃക് സകൃതധരസുതാം സ്വാം മോഹിനീം പായയിത്വാ സുമനസൈവ സദ്യസ്തത്യജേസ്മാൻ ഭവാദൃക് പരിചരതി കദം തൽപാദപദ്മം തു പദ്മാ ഹ്യപിബത ഹൃതചേതാ ഉത്തമശ്ലോകജൽപൈഃ കിമിഹ ബഹുഷഡംഗ്രേ ഗായസി ത്വം യദൂനാം അധിപതിമഗൃഹാണാമഗ്രതോ നഃ പുരാണം വിജയസഖസഖീനാം ഗീയതാം തത്പ്രസംഗഃ ക്ഷപിതകുചരുജസ്തേ കൽപ്പയന്തീഷ്ടമിഷ്ടാഃ ദിവി ഭുവി ചരസായാം കാ സ്ത്രിയത്തദ്ദുരാപാഃ കപടരുചിരഹാസഭ്രൂവിജൃംഭസ്യ യാ സ്യുഃ ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ ഹ്യുത്തമശ്ലോകശബ്ദഃ വിസൃജ ശിരസി പാദം വേദ്മ്യഹം ചാടുകാരൈഃ അനുനയ വിദുഷസ്തേഭ്യേത്യ ദൗത്യൈർമുകുന്ദാത് സ്വകൃതൈഃ വിസൃഷ്ടാപത്യപത്യന്യലോകാ വ്യസൃജതകൃതചേതാ കിം नु സന്ധേയമസ്മിൻ മൃഗയുരിവ കപീന്ദ്രം വിവ്യധേ ലുബ്ധധർമാ സ്ത്രിയമകൃതവിരൂപാം സ്ത്രീചിതകാമയാനാം ബലിമഭിബലിമത്വാവേഷ്ടയധ്വാംക്ഷവദ്യഃ തദലമസിതസഖ്യൈർദുസ്ത്യജസ്തൽകദാർത്തഃ യദനുചരിതലീലാകർണപീയൂഷവിപ്ലുത്സകൃതനവിദൂത ദ്വന്ദ്വധർമാ വിനഷ്ടാഃ സപതി ഗൃഹകുടുംബം ദീനമുത്സൃജ്യ ദീനാഃ ബഹവൈഹ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തി വയം ഋതമിവ ജിഹ്മവ്യാഹൃതം ശ്രദ്ധാനാഃ കുലികരുതമിവാജ്ഞാഃ കൃഷ്ണവദ്വോ ഹരിണ്യഃ ദദൃശുർ അസകൃതേ ദത്തന്നഗസ്പർശതീവ്രസ്മരരുച ഉപമന്ത്രിൻ ഭണ്യതാം അന്യവാർത്ത പ്രിയസഖ പുനരാഗാ പ്രേയസാ പ്രേഷിത കിം വരയ കിമനുരുന്ധേ മാനനീയോസി മേംഗ നയസി കഥമിഹാസ്മാൻ ദുസ്ത്യജദ്വന്ദ്വപാർശ്വം സതതമുരസി സൗമ്യ ശ്രീർവധൂസാഗമാസ്തേ അപിബത മധുപുര്യാമാര്യപുത്രോऽധുനാസ്തേ സ്മരതി സ പിതൃഗേഹാൻ സൗമ്യ ബന്ധൂംശ്ച ഗോപാൻ ക്വചിദപി സകദാനഃ കിങ്കരീണാം ഗൃണീതേ ഭുജമകരു സുഗന്ധം മൂർധ്ന്യദാസ്യത്കദാനു ശ്രീശുക ഉവാച അധോദ്ധവോ നിശമ്യൈവം കൃഷ്ണദർശനലാലസാഃ സാന്ത്വയൻ പ്രിയസന്ദേശൈഃ ഗോപീഃ ഇദമഭാഷത ഉദ്ധവ ഉവാച അഹോ യൂയം സ്മ പൂർണാർത്ഥാ ഭവത്യോ ലോകപൂജിതാഃ വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മനഃ ദാനവ്രതതപോ ഹോമജപസ്വാധ്യായ സംയമൈഃ ശ്രേയോഭിർവിവിധൈശ്ചാന്യൈഃ കൃഷ്ണേ ഭക്തിർഹി സാധ്യത്തെ ഭഗവത്യുത്തമശ്ലോകേ ഭവതീഭിർ അനുത്തമാ ഭക്തിഃ പ്രവർത്തിതാ ദിഷ്ട്യാ മുനീനാമപി ദുർലഭാ ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീത യൂയം യത്കൃഷ്ണാഖ്യം പുരുഷം പരം സർവാത്മഭാവോധികൃതോ ഭവതീനാമധോക്ഷജേ വിരഹേണ മഹാഭാഗാ മഹാന്മേ അനുഗ്രഹ കൃതഃ ശ്രൂയതാം പ്രിയസന്ദേശോ ഭവതീനാം സുഖാവഹഃ യമാദായാഗതോ ഭദ്രാ അഹം ഭർത്തുഃ രഹസ്കരഃ ശ്രീഭഗവാനുവാച ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യദാ ഭൂതാനി ഭൂതേഷു ഖം വായുഅഗ്നിർജലം മഹി തദാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയഗുണാശ്രയഃ ആത്മന്യേവാത്മനാത്മാനം സൃജേഹന്യനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാ ആത്മാ ജ്ഞാനമയഃ ശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയഃ
സുഷുപ്തിസ്വപ്നജാഗ്രദ്ഭിः മായാവൃത്തിഭിരീയത്തെ യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേത മൃഷാ സ്വപ്നവദുത്തിതഃ തന്നിരുന്ദ്യാദിന്ദ്രിയാണി വിനിദ്രഃ പ്രത്യപദ്യത ഏതദന്തഃ സമാംനായോ യോഗഃ സാംഖ്യം മനീഷിണാം ത്യാഗസ്തപോദമഃ സത്യം സമുദ്രാന്താ ഇവാപകാഃ യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകാമ്യയാ യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേക്ഷിഗോചരേ മയ്യാവേശ്യമനകൃത്സ്നം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത് മാമുപൈഷ്യഥ യാ മയാ ക്രീഡതാ രാത്ര്യാം വനേസ്മിൻ വ്രജ ആസ്ഥിതാഃ അലബ്ധരാസാ കല്യാണ്യോ മാഭുർ മദ്വീര്യചിന്തയാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 46ഉം 47ഉം അധ്യായങ്ങൾ ഉദ്ധവന്റെ ഗോകുല യാത്രയും ദൂതും. ഭഗവാൻ നന്ദഗോപരോടും ഗോപികമാരോടും ഞാൻ നിങ്ങളെല്ലാം കാണാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിരുന്ന വാക്ക് ഉദ്ധവനിലൂടെയാണ് ഇപ്പോൾ തൽക്കാലം പാലിക്കുന്നത്. ഉദ്ധവനെ ഭഗവാന് തുല്യമായി തന്നെ ഭഗവാൻ കണ്ട് തൻ്റെ തന്നെ പ്രതിരൂപമായിരിക്കുന്ന, തൻ്റെ തന്നെ ഉത്സവമൂർത്തിയായിരിക്കുന്ന ആ ഉദ്ധവനെ നന്ദഗോപരെയും യശോദയെയും അതുപോലെ ഗോപികമാരെല്ലാവരെയും ആശ്വസിപ്പിക്കാനായിട്ടുള്ള സന്ദേശവുമായിട്ട് അയച്ചു. ഉദ്ധവൻ ഗോകുലത്തിലെത്തിയതും നന്ദഗോപരും യശോദയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശദമായിട്ടുള്ള സംഭാഷണങ്ങളും ഒരു രാത്രി മുഴുവൻ സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതും, പിറ്റേ ദിവസം രാവിലെ ഗോപികമാരെല്ലാം നേരത്തെ എഴുന്നേറ്റ് അടിച്ചുതളിയും തൈര് കലക്കലും ഒക്കെ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതായിട്ടുള്ള സമയത്താണ് ഉദ്ധവനെ കണ്ടത്. നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന കാളിന്തിയിൽ നിന്നും മറ്റും സ്നാനാദികൾ കഴിഞ്ഞ് തിരിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഉദ്ധവനെയാണ് അവരെല്ലാം കണ്ടത്. ആ ഉദ്ധവനെക്കുറിച്ച് ഗോപികമാര് പരിഭവത്തോടുകൂടി പറയുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ അധ്യായത്തിൽ 47-ാം അധ്യായത്തിൽ ആദ്യ ഭാഗം കണ്ടത്. ഉദ്ധവനെ എല്ലാവരും കൂടി പരിവവ്രു എന്ന് പറഞ്ഞു, എല്ലാവരും കൂടി പരിവരിച്ചു അഥവാ ചുറ്റി, എല്ലാവരും കൂടി വളഞ്ഞിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വയം വിനയാന്വിതരായിക്കൊണ്ട് സൽക്കരിക്കപ്പെട്ടതായിട്ടുള്ള ആ ഉദ്ധവനെ രഹസി അപൃച്ഛന്, ഏകാന്തത്തിൽ വലിയവരൊന്നും കേൾക്കാതെ ഏകാന്തത്തിൽ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഇദ്ദേഹം രമാപതിയുടെ സന്ദേശഹരനാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു.
അങ്ങ് യദുപതിയുടെ പാർഷദനായി സമുപാഗതനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ സ്വാമിയാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ കുശലം അന്വേഷിക്കാനും അവർക്ക് പ്രിയം ചെയ്യാനുമായിട്ട് അയച്ചതാണല്ലോ. ഞങ്ങൾക്കെന്ത് കാര്യം, അല്ലേ? ഞങ്ങളോടെന്ത് കാര്യം? ഞങ്ങളോട് ഭഗവാന് ഒരു സ്നേഹവും ഇല്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണത് പറഞ്ഞത്. അച്ഛനമ്മമാരെ കുശലം അന്വേഷിക്കാനാണല്ലോ വന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പശുത്തൊഴുത്തില് അല്ലെങ്കിൽ ഈ ഗോകുലത്തില് എന്താണ് ഇപ്പോൾ കാര്യമായിട്ട് സ്മരിക്കാനുള്ളത്? അച്ഛനമ്മമാരോടുള്ളതായിട്ടുള്ള ആ സ്നേഹാനുബന്ധം അത് മുനിമാർക്ക് പോലും ത്യജിക്കാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് യശോദാനന്ദന്മാരെ അന്വേഷിക്കാൻ വേണ്ടി അവർക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി അയച്ചതല്ലേ. ബാക്കി ബന്ധങ്ങളില്ലാത്ത ആളുകളോടുള്ള സൗഹൃദങ്ങളെല്ലാം വെറും വേഷം കെട്ടല്ലേ, പ്രയോജനം കിട്ടുന്നത് വരേക്ക്. അന്യേഷു അർത്ഥകൃതാ മൈത്രി യാവതർത്ഥ വിഡംബനം. യാവതർത്ഥം എത്ര കാലം പ്രയോജനമുണ്ടോ അതുവരയ്ക്ക് നന്നായിട്ട് അഭിനയിക്കും. പ്രയോജനം കിട്ടാതായി കഴിഞ്ഞാലോ ഉപേക്ഷിച്ചു പോകും. അതിന് കുറേ ദൃഷ്ടാന്തം പറഞ്ഞു. പുരുഷന്മാര് സ്ത്രീകളെ ഉപേക്ഷിക്കുന്നതും, ഷഡ്പദങ്ങൾ പുഷ്പങ്ങളെ തേൻ കുടിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നതും, വേശ്യാസ്ത്രീകൾ ധനം കഴിയുമ്പോൾ തന്റെ കസ്റ്റമറെ ഉപേക്ഷിക്കുന്നതും, രാജാവ് ശക്തിയില്ലാത്തവനായാൽ പ്രജകൾ ആ രാജാവിനെ ഉപേക്ഷിക്കുന്നതും, വിദ്യ അഭ്യസിച്ചു കഴിയുന്നതോടുകൂടി ശിഷ്യന്മാർ ഗുരുവിനെ ഉപേക്ഷിക്കുന്നതും, ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ പുരോഹിതന്മാർ അവിടെ യാഗശാലയോ യജമാനനെയോ ഉപേക്ഷിച്ച് സ്ഥലം വിടുന്നത് പോലെയും, പഴങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾ ആ വൃക്ഷത്തെ ഉപേക്ഷിക്കുന്നത് പോലെയും, അതിഥികൾ ഗൃഹത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്ഥലം വിടും പോലെയും, മൃഗങ്ങൾ അവർ താമസിക്കുന്ന വനം തീപിടിച്ചു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചു പോകും. അതുപോലെ ജാരന്മാർ തങ്ങളുടെ ആ കാമിനികളുടെ ആവശ്യം വേണ്ടതുപോലെ ഭുജിച്ചു കഴിഞ്ഞാൽ, അവരെ അനുഭവിച്ചു കഴിഞ്ഞാൽ, തന്നിൽ രതിയുള്ളവളാണെങ്കിൽ പോലും അവളെ ഉപേക്ഷിച്ച് പോകുന്നു. അപ്പൊ ഇതുപോലെയാണ് കൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത് എന്നുള്ള അവരുടെ ആ ഒരു ഉള്ളിലുള്ളതായിട്ടുള്ള പരിഭവം പ്രകടിപ്പിക്കുകയാണ്. ഇങ്ങനെ ഗോവിന്ദേ ഗതവാക്കായ മാനസാഹ ഗോപ്യ, ആ ഭഗവാനിൽ തന്നെ വാക്ക്, കായം, മനസ്സ് ഇതെല്ലാം സമർപ്പിച്ചവരായി കൃഷ്ണദൂതേ വ്രജം യാതേ ഉദ്ധവേ തെക്തലൗകികാഹ, ആ കൃഷ്ണദൂതനായ ഉദ്ധവൻ വ്രജത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ലൗകിക കൃത്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു. എല്ലാം മറന്നു അവര്. ഇനിയിപ്പോ ആകെ കൃഷ്ണനെ കുറിച്ച് മാത്രമായി ചിന്ത. അങ്ങനെ പ്രിയ കർമാണി ഗായന്ത്യ, പ്രിയനായ കൃഷ്ണന്റെ കർമ്മങ്ങളെ ഗാനം ചെയ്യുന്നവരായിക്കൊണ്ടും, രുതത്യശ്ച ഗതഹ്രിയ, ലജ്ജ കൂടാതെ കരയുന്നവരായിക്കൊണ്ടും, തസ്യ സംസ്മൃത്യ സംസ്മൃത്യ യാനി കൈശോര ബാല്യയോഹോ, യാനി കർമാണി ഭഗവാൻ കൈശോര ബാല്യയോഹോ കൃതാനി, ഏതൊക്കെ കർമ്മങ്ങളാണോ ലീലകളാണോ ഭഗവാൻ കൈശോരത്തിലും ബാല്യത്തിലും ചെയ്തത് അതിനെ സ്മരിച്ചുകൊണ്ട്, നിരന്തരം സ്മരിച്ചുകൊണ്ട് അങ്ങനെ വിവശകളായിരിക്കുകയാണ് ആ ഗോപസ്ത്രീകള്. ആ സമയത്താണ് ഒരു വണ്ടിനെ കണ്ടു ഒരുവൾ, അതാണ് കാചിത് ഒരുവൾ മധുകരം ദൃഷ്ട്വ, ഒരു മധുകരനെ അഥവാ വണ്ടിനെ കണ്ടിട്ട് ധ്യായന്തി കൃഷ്ണസംഗമം, കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു താതാത്മ്യം ആ വണ്ടിനെ ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് എന്നൊരർത്ഥം. മറ്റൊരർത്ഥത്തിൽ താൻ കൃഷ്ണനുമായി ഉണ്ടായ സംഗമത്തെ, രാസക്രീഡാവേളയിൽ തനിക്ക് കിട്ടിയ ഭഗവാനുമായിട്ടുള്ള സംഗമ ലാഭത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പ്രിയപ്രസ്താപിതം ദൂതം കൽപ്പയിത്വ ഇതമബ്രവീത്, ആ പ്രിയനായ ഭഗവാൻ കൃഷ്ണൻ നമ്മളുടെ അടുത്തേക്ക് അയച്ച ദൂതനാണ് എന്നറിഞ്ഞുകൊണ്ട്, അന്ന് സങ്കല്പിച്ചുകൊണ്ട്, കൽപ്പയിത്വ ഈ വണ്ടിനെ അങ്ങനെ ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൽപ്രേക്ഷിച്ചുകൊണ്ട് ഇതം അബ്രവീത് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പൊ ആ മുമ്പിൽ വന്ന വണ്ടിനെ കൃഷ്ണദൂതനായി കണക്കാക്കി കൃഷ്ണനോട് പറയാനുള്ളതെല്ലാം ആ വണ്ടിനോട് പറയുകയാണ്. കൃഷ്ണനോടുള്ള പരിഭവമെല്ലാം വണ്ടിനോട് പ്രകടിപ്പിക്കുകയാണ്. ഇത് വണ്ടിനോടോ കൃഷ്ണനോടോ മാത്രമല്ല, ആ ഉദ്ധവനും കേൾക്കാൻ വേണ്ടിയിട്ടാണ്.
വണ്ട് ചെന്ന് പറയോ ഇല്ലയോ, എന്തായാലും കേൾക്കുന്നവനായ ഉദ്ധവൻ തീർച്ചയായിട്ടും ഭഗവാനോട് ചെന്ന് പറയും ഇവരുടെ ഈ ഒരവസ്ഥ, ഇവരുടെ വിഷമങ്ങള്, പരിഭവങ്ങള്, അവരനുഭവിക്കുന്ന വിരഹ ദുഃഖത്തിന്റെ തീവ്രത, ഇതെല്ലാം ഉദ്ധവനെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ വണ്ടിനെ ഉദ്ധവന് പകരമായി കൃഷ്ണദൂതനായി കൽപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഉദ്ധവനെ നേരിട്ട് ചീത്ത പറയാൻ അവർക്ക് മര്യാദ അനുവദിക്കുന്നില്ല, അല്ലേ? ഒരു പരിധി വിട്ട് ഒരു അതിഥിയെ ചീത്ത പറയാൻ പാടില്ലല്ലോ. അപ്പോ അതിനാണ് ഉദ്ധവന് പകരം ആ വണ്ടിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉദ്ധവനെ പറയാനുള്ളതെല്ലാം വണ്ടിനെ പറഞ്ഞു തീർക്കുകയാണ്. അപ്പൊ അതുകൊണ്ടത് ആ ഒരു 10 ശ്ലോകങ്ങള് ഗോപികമാർ മാറി 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 ഓരോരുത്തരും പാടിയതായിരിക്കാം. അതിന് ഭ്രമരഗീതം എന്ന് പേരിട്ടു. ഭ്രമരം എന്നാൽ വണ്ട്, കറങ്ങിക്കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കറങ്ങുന്നത് എന്നൊക്കെയാണ് ഈ ഭ്രമര ശബ്ദത്തിന് അർത്ഥം. ഭ്രമിക്കുന്നതും രവം ഉണ്ടാക്കുന്നതും. ഭ്രമിക്കുക, കറങ്ങുക, രവമുണ്ടാക്കുക, ശബ്ദിക്കുക. അപ്പൊ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കറങ്ങുന്നതായിട്ടുള്ള ആ വണ്ടിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. നമുക്ക് ഓരോ ശ്ലോകങ്ങളും നോക്കാം. ആ ഗോപികമാര് അവരുടെ ഉള്ളു തുറന്ന് ലജ്ജ കൂടാതെ അവരും കൃഷ്ണനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ സൂക്ഷ്മ വശങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുകയാണ്. ഒപ്പം ആ കൃഷ്ണനോടുള്ള പരിഭവം, കൃഷ്ണനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള മട്ടില് കള്ളനാണ്, വഞ്ചകനാണ് എന്ന് സ്ഥാപിക്കാനായിക്കൊണ്ടാണ് അവരുടെ ശ്രമം. അപ്പൊ ആദ്യം തന്നെ കൃഷ്ണനെ കുറിച്ച് പറയുന്ന കിതവൻ എന്ന ഇതാണ്. കിതവ ബന്ധോ എന്ന് വണ്ടിനെ വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമുക്ക് നോക്കാം. ഗോപ്യുവാച മധുപകിതവ ബന്ധോ മാസ്പൃശാംഗ്രിം സപത്ന്യാഃ കുചവിലുളിതമാലാ കുങ്കുമശ്മശ്രുഭിർനഃ വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമീദൃക്. ഗോപ്യുവാച മധുപകിതവ ബന്ധോ മാസ്പൃശാംഗ്രിം സപത്ന്യാഃ കുചവിലുളിതമാലാ കുങ്കുമശ്മശ്രുഭിർനഃ വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമീദൃക്. ഇവിടെ ഗോപീ ഉവാച എന്ന് ഏകവചനമാ പറഞ്ഞിരിക്കണം. ഗോപ്യ ഊജുഹു അല്ല, അല്ലെ? മറ്റ് ഗോപികാ ഗീതങ്ങളൊക്കെ ഗോപ്യഃ ഊജുഹു, ഗോപികൾ പറഞ്ഞു. ഇവിടെ ഗോപീ ഉവാച, ഗോപ്യുവാച, ഒരു ഗോപി പറഞ്ഞു. ഉവാച എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നതിനെയാണ്. മറ്റത് ഊജുഹു ബഹുവചനം. അപ്പൊ എന്തായാലും ഒരു ഗോപി പറഞ്ഞതായിട്ടാണ് ഇവിടെ ശ്രീ ശുഖബ്രഹ്മർഷി അവതരിപ്പിക്കുന്നത്. എന്തായാലും എല്ലാ ഗോപികമാരുടെയും റെപ്രസെന്റേറ്റീവായിട്ട് എല്ലാവർക്കും പറയാനുള്ളത് ഒരുവൾ അവതരിപ്പിച്ചു എന്ന് നമുക്കിവിടെ കരുതാം. എല്ലാവരുമായിട്ടുള്ള ഐക്യത്തോടുകൂടെ, താതാത്മ്യത്തോടുകൂടെ എല്ലാവർക്കും വേണ്ടി ഒരുവൾ ശബ്ദിക്കുകയാണ്. ഉദ്ധവനോടുള്ള പറയാനുള്ളത് ഗോപികമാരുടെ എല്ലാവരുടെയും അഭിപ്രായം എല്ലാ ഗോപികമാർക്കും അറിയാം. അവർ തമ്മിൽ പരസ്പരം എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള വേദന എല്ലാവർക്കും അറിയാം. അവരങ്ങനെ ഒന്നിച്ചൊരു കൂട്ടായി എല്ലാം പങ്കിടുന്നത് കൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, അല്ലേ? അവർ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്തേനെ. ഇത്രയും ഒരേപോലെ സമാന സങ്കടമുള്ള ഒരുപാട് പേര് കൂട്ടുകാരികളായിട്ടുള്ളത് കൊണ്ട് പരസ്പരം പറഞ്ഞ് ആ അവരുടെ ദുഃഖത്തിന്റെ കാഠിന്യത്തെ അവര്
കുറച്ച് ജീവിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ടു പോയെങ്കിൽ പണി കഴിഞ്ഞേനെ. ഇതെന്തായാലും അപ്പൊ എല്ലാവരുടെയും ഹൃദയം അറിയുന്നവളാണ് ഈ പറയുന്ന ഗോപി. എല്ലാവർക്കും വേണ്ടി ഒരു ഗോപി പറഞ്ഞു എന്ന് ഗോപ്യുവാച. അപ്പൊ എന്തായാലും ആ വണ്ടിനെ വിളിക്കുന്ന പേര് മധുപ. മധുപൻ എന്നാൽ മധുവിനെ പാനം ചെയ്യുന്നവൻ, തേൻ കുടിക്കുന്നവൻ എന്ന് വണ്ടിന്റെ അർത്ഥത്തില്. മധുവിനെ മധും പിപതീതി മധുപഹ. എന്നാൽ അത് കൃഷ്ണന്റെ പര്യായവും കൂടിയാണ്. വണ്ടിനെ വിളിച്ചുവെങ്കിലും അത് കൃഷ്ണന്റെ പര്യായം കൂടിയാണ്. എന്താണ്? മധുവംശത്തെ പാലിക്കുന്നവൻ. മധുരാപുരിയില് ഈ യദുവംശത്തിന്റെ അവാന്തര വംശങ്ങള് വൃഷ്ണിവംശം, മധുവംശം, ഭോജവംശം, അന്തകവംശം, സാത്വതവംശം എന്നൊക്കെ പറഞ്ഞ് അവാന്തര വംശങ്ങളുണ്ട്. അപ്പൊ അതിൽ ആ മധുരാപുരിയിലുള്ള മൊത്തത്തിൽ യാദവന്മാരെ പാലിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും മധുവൻ, മധുവംശത്തിലുള്ളവരെ പാലിക്കുന്നവൻ എന്നുള്ളത് കൊണ്ടും മധുവൻ, മധുവംശപാലകൻ, യാദവ ശ്രേഷ്ഠൻ എന്നൊക്കെ അർത്ഥമാണ് അവിടെ. അപ്പൊ കൃഷ്ണനെ വിളിക്കുന്നത് പോലെ തന്നെ വണ്ടിനെ വിളിക്കണം, അല്ലയോ വണ്ടേ എന്ന്. മറ്റൊരർത്ഥത്തില് കള്ളുകുടിയെന്നും അർത്ഥമുണ്ട് അല്ലെ. മധുപാനം ചെയ്യുന്നവരൊക്കെ കള്ളുകുടിയന്മാരൊക്കെ മധുപന്മാരാണ്. കള്ളുകുടിയന്മാരെ വിശ്വസിക്കാനും കൊള്ളില്ല. അപ്പൊ ആ അർത്ഥമൊക്കെ അവിടെ ധ്വനിച്ചുകൊണ്ടാണ് ഗോപികമാര് മധുപ, ആ ഒരു ഗോപി അല്ലെ, മധുപ എന്ന് വിളിക്കുന്നത്. ഈ തേൻ കുടിക്കുന്ന വണ്ടും ആ കൃഷ്ണനും ഒരു കള്ളുകുടിയനും ഒക്കെ സമം തന്നെ. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം എല്ലാവരും എങ്ങനെയുള്ളവരാണ്? കിതവ ബന്ധോ, കിതവന്മാരാണ് നിന്റെ ബന്ധു. ഇവിടെ വണ്ടിനെ വിളിക്കുമ്പോൾ കിതവ ബന്ധോ എന്ന് പറയുന്നത് കിതവൻ, കൈതവമുള്ളവൻ. കിതവം, കൈതവം എന്നൊക്കെ പറഞ്ഞാൽ കളവ്, വഞ്ചന. ആ വഞ്ചന അല്ലെങ്കിൽ ചതി ചെയ്തവനാണ് ആര്? ഇവരെ സംബന്ധിച്ചിപ്പോ കൃഷ്ണൻ. വരാന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഇവർക്ക് പ്രതീക്ഷ കൊടുത്ത് അതിനെ പാലിക്കാതെ മധുരാപുരിയിൽ തന്നെ കൂടിയിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞ വാക്ക് പാലിക്കാത്തവൻ, തങ്ങളെ സ്നേഹിച്ച് മോഹിപ്പിച്ച് ചതിച്ചു പോയവൻ എന്നുള്ള അർത്ഥത്തില് കിതവൻ എന്ന് കൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ട് നീ ആ കിതവന്റെ ബന്ധുവല്ലേ എന്ന് സംബോധനയിലൂടെ കിതവ ബന്ധു, കള്ളന്റെ വഞ്ചകന്റെ ബന്ധുവായ ഹേ വണ്ടേ, മാ സ്പൃശ അംഗ്രിം സപത്ന്യാഹ കുചവിലുളിത മാലാ കുങ്കുമ ശ്മശ്രുഭിഹി നഹ. ഇവിടെ എന്താ പറയുന്നത്? മാ സ്പൃശ അംഗ്രിം നഹ. നഹ എന്ന് പറഞ്ഞാൽ അസ്മാകം, ഞങ്ങളുടെ, എന്റെ എന്നൊക്കെ അർത്ഥം. എന്റെ അംഗ്രിം മാ സ്പൃശ, എന്റെ കാലിൽ തുടരുത്. അപ്പൊ ഈ വണ്ട്, ഈ ഗോപിയുടെ കാല് നല്ല ചുവന്ന താമര പോലെ ഉണ്ടാവും. താമര പോലെയുള്ളതായിട്ടുള്ള പാദത്തിലേക്ക് തേനുണ്ടോ എന്ന് കരുതിക്കൊണ്ട് ഈ വണ്ട് വന്നതായിരിക്കാം. അങ്ങനെ തന്റെ പാദത്തിലേക്ക് വന്നതായിട്ടുള്ള വണ്ടിനെ ഇവളെങ്ങനെയാ കാണുന്നത്? ഒന്ന് കൃഷ്ണന്റെ ദൂതനായിട്ട് തന്റെ കാല് പിടിച്ച് തന്നെ അനുനയിപ്പിക്കാൻ വരുന്നു എന്ന്. കൃഷ്ണൻ ഇതുപോലെയുള്ള അഭിനയത്തിലൊക്കെ സകലകലാവല്ലഭനാണ്. തങ്ങളോട് പല പ്രാവശ്യം മുമ്പ് ഇതുപോലെയൊക്കെ അഭിനയിച്ച് കാണിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ കാല് പിടിക്കാനൊക്കെ മിടുക്കനാണ് കൃഷ്ണൻ. ആ കൃഷ്ണന്റെ ട്രെയിനിങ് ആണ് ഈ വണ്ടിന് കിട്ടിയിരിക്കുന്നത്, ദൂതന് കിട്ടിയിരിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടാവും, നേരെ ചെന്ന് കാലിൽ വീണോളൂ കേട്ടോ എന്ന് ഇവര് കരുതി. അപ്പോൾ തന്റെ കാല് താമരയെന്ന് കരുതി അതിലെ തേനുണ്ടോ എന്ന് അന്വേഷിക്കാൻ വരുന്നതായിട്ടുള്ള വണ്ടിനെ ആട്ടി അകറ്റുകയാണ്. മാ സ്പൃശാംഗ്രിം നഹ എന്ന അവസാനം രണ്ടാമത്തെ വരിയിൽ പറഞ്ഞു. നഹ, ഞങ്ങളുടെ അംഗ്രിയെ മാ സ്പൃശ, എന്റെ കാല് തൊടണ്ട, മാറ എന്ന് പറഞ്ഞ ആട്ടിവിടില്ലേ, അങ്ങനെ ആട്ടിവിടുകയാണ്. എന്താ കാരണം? നീ എന്തുകൊണ്ട് എന്റെ കാലിൽ സ്പർശിച്ചൂടാ? എന്റെ ശത്രുസ്ഥാനത്തിരിക്കുന്നവളുടെ
കുചകുങ്കുമം നിന്റെ മീശയിൽ കാണുന്നു. അതാണ് സപത്ന്യാഹ കുച വിലുളിതമാല കുങ്കുമസ്മശ്രുഭിർ. സപത്ന്യാഹ കുച വിലുളിതമാല കുങ്കുമസ്മശ്രുഭിഹി നഹ അംഗ്രിം ആസ്പൃശ. നിന്റെ ആ മീശ ശ്മശ്രു, അപ്പോ വണ്ടിന്റെ ആ തേൻ കുടിക്കുന്നതായിട്ടുള്ള കൊമ്പുകളുണ്ടല്ലോ, അത് മീശയായിട്ട് പറയാം. അപ്പൊ അതിന് മീശ പോലെ ഇരിക്കുന്നതായിട്ടുള്ള അത് വേറെ പല ചുവന്ന പൂക്കളിലും ചെന്ന് അതില് തേൻ കുടിക്കുമ്പോൾ പൂമ്പൊടി പറ്റിയിട്ട് ചോക്കും. കറുത്ത വണ്ടിന്റെ ഈ മീശയുടെ അറ്റം അല്ലെങ്കിൽ ഈ കൊമ്പിന്റെ അറ്റം പൂമ്പൊടി പറ്റിയിട്ടാണ് ചുവക്കുക. അപ്പൊ ഈ വണ്ടിനെ സൂക്ഷിച്ചു നോക്കിയപ്പോ അതിന്റെ മീശയുടെ അറ്റത്ത് പൂമ്പൊടിയുണ്ട്. അത് എന്തായിട്ടാണ് ഇവള് ഉപമിക്കുന്നത്, ഇവള് കാണുന്നത്? ഇത് ഗോപികമാരുടെ ഭുജങ്ങളിൽ അലങ്കാരമായി, ഗോപികമാരല്ല, ഇവര് സപത്നി എന്ന് പറയുന്നത് മധുരാപുരിയിലെ സ്ത്രീകൾ. മധുരാപുരിയിലെ സ്ത്രീകളെ ശത്രുപക്ഷത്താണ് കാണുന്നത്. കാരണം അവരുടെ പ്രിയപ്പെട്ടവരായ കൃഷ്ണനെ അടിച്ചു മാറ്റിയല്ലോ, സ്വന്തമാക്കിയല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ കാമുകനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നാഥനെ, പ്രാണനാഥനെ അപഹരിച്ചെടുത്തവരായിട്ടുള്ള മധുരാപുരത്തിലെ സ്ത്രീകൾ ഞങ്ങൾക്ക് സപത്നികളാണ്, ശത്രുക്കളാണ്. അപ്പൊ സപത്നിയുടെ കുചവിലുളിത മാല കുങ്കുമസ്മശ്രുഭിർ നഹ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഈ സ്ത്രീകളെ ആലിംഗനം ചെയ്യും. മധുരാപുരിയിലെ സ്ത്രീകളെ ആലിംഗനം ചെയ്യുമ്പോൾ അവരുടെ സ്ഥലങ്ങളിലെ കുചങ്ങളിലെ കുങ്കുമം ഭഗവാന്റെ മാലയിൽ പറ്റും. ഭഗവാൻ എപ്പോഴും വനമാല ധരിച്ചിരിക്കുന്നവനാണല്ലോ, ആ മാലയിൽ പറ്റും. ഈ മാലയിലെ പൂക്കൾ തേനുള്ളവയായിരിക്കും. അതിലെ തേൻ കുടിക്കാനാണ് ഈ വണ്ട് പോവുക. അങ്ങനെ അവിടുത്തെ ഭഗവാന്റെ മാലയിലെ തേൻ കുടിക്കുമ്പോൾ ആ മാലയിൽ പറ്റിയിരുന്ന മധുരാപുര സ്ത്രീകളുടെ കുങ്കുമം, കുചകുങ്കുമം ആ മാലയിൽ പറ്റിയത് ഇവന്റെ കൊമ്പിൽ പറ്റും, ഇവന്റെ മീശയിൽ പറ്റും, വണ്ടിന്റെ മീശയിൽ പറ്റും. അപ്പൊ അവിടുന്ന് ഭഗവാന്റെ മാലയിലെ പൂക്കളിലെ തേൻ കുടിക്കുമ്പോൾ ആ മാലയിലുണ്ടായിരുന്ന മധുരാപുര സ്ത്രീകളുടെ കുചകുങ്കുമം സ്പർശിച്ചു വരുന്നതായിട്ടുള്ള നീ എന്റെ പാദത്തിൽ തൊടണ്ട. അവിടെ തൊട്ടിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് തൊടണ്ട. അവൾ എന്റെ ശത്രുവാണ്, ശത്രുക്കളുടെ കുചകുങ്കുമമാണ് നിന്റെ മൂക്കിലിരിക്കുന്നത്, നിന്റെ കൊമ്പിലിരിക്കുന്നത് എന്നുള്ള ആ ഒരു ദേഷ്യം, ആ മധുരാപുരവാസികളോടുള്ളതായിട്ടുള്ള അസൂയ, മത്സരം, ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി പ്രകടിപ്പിക്കുകയാണ്. സപത്നിയായിട്ടാണ് കാണുന്നത്. സപത്നി എന്ന് പറഞ്ഞാൽ ശത്രു. സാപത്ന്യം എന്നുള്ളത് ശത്രുഭാവമാണ്. അപ്പോൾ ഒരു ഭർത്താവിനെ മറ്റൊരു ഭാര്യ, മറ്റൊരു സ്ത്രീ തന്റെ അധീനതയിലാക്കി കഴിയുമ്പോൾ ഒരു സ്ത്രീ ഭാര്യയോ കാമുകിയാണെങ്കിലും അവൾക്ക് സഹിക്കില്ല. അപ്പൊ ആ ഒരു അസഹിഷ്ണുതയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ആ അസഹിഷ്ണുത വണ്ടിനോട് പ്രകടിപ്പിക്കുന്നു. അവളുടെ കുചകുങ്കുമമായിട്ട് വന്നിട്ട് എന്റെ കാലിൽ തൊടാൻ വന്നിരിക്കുന്നു, മാറി നിൽക്കവിടെ, തൊടണ്ട എന്ന് പറഞ്ഞ് മാസ്പൃശാംഗ്രിം എന്ന് പറഞ്ഞ് വഹതു മധുപതിഹി തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമീദൃക്. അപ്പോ തന്മാനീനാം യദു സദസി വിഡംബ്യം പ്രസാദം മധുപതിഹി വഹതു. മധുപതി എന്നുള്ളത് ഭഗവാനെ, മധുവംശത്തിന്റെ മുഴുവൻ പതിയായിരിക്കുന്നതായിട്ടുള്ള ആ കൃഷ്ണൻ അവൻ വഹിക്കട്ടെ. ഈദൃക്ത്വം യസ്യ ദൂത, ഈ നീയ് ആരുടെ ദൂതനാണോ അവൻ വഹിച്ചോട്ടെ, അത് അവന്റെ പ്രാരബ്ധം. ഞങ്ങൾക്ക് ഈ സ്ത്രീകളുടെ പ്രസാദമൊന്നും വഹിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. തൻ മാനിനീനാം, ആ മാനിനികളുടെ, അവിടെയുള്ള സ്ത്രീകളുടെ, മധുരാപുരിയിലെ സ്ത്രീകളുടെ യദു സദസി വിഡംബ്യം, യാദവന്മാരുടെ സദസ്സിൽ പരിഹസിക്കത്തക്കതായിട്ടുള്ള, അപഹസിക്കത്തക്കതായിട്ടുള്ള പ്രസാദത്തെ അവൻ വഹിച്ചോട്ടെ. അപ്പോ ഈ കൃഷ്ണൻ അവിടെയുള്ള സ്ത്രീകളെയൊക്കെ ആലിംഗനം ചെയ്ത് അവരുടെ കുചത്തിലെ കുങ്കുമങ്ങൾ കൃഷ്ണന്റെ മാലയിലായിട്ട്
കൃഷ്ണൻ അത് ശ്രദ്ധിക്കാതെ സദസ്സിലേക്കൊക്കെ ചെല്ലും. മറ്റു പുരുഷന്മാരൊക്കെ ഇരിക്കുന്ന സദസ്സിലേക്ക് ചെല്ലുമ്പോൾ അവര് നോക്കിച്ചിരിക്കുന്നുണ്ടാവും. ഈ കൃഷ്ണന്റെ മാലയിലെ കുങ്കുമം കണ്ടിട്ട് എല്ലാവരും ഊഹിച്ച് ഗൂഢമായിട്ട് പരിഹസിച്ച് ചിരിക്കുന്നുണ്ടാവും. ആ പെണ്ണുങ്ങളെയൊക്കെ ചെന്ന് ആലിംഗനം ചെയ്ത് അവരുടെ സ്ഥലത്തിലെ കുങ്കുമമെല്ലാം മാലയിലാക്കിയിട്ട് വന്നിരിക്കണം. നോക്ക്, അതൊന്ന് വൃത്തിയാക്കിയിട്ട് വന്നൂടെ, നാണമില്ല എന്ന മട്ടില് സദസ്സിലുള്ള യാദവന്മാരൊക്കെ കൃഷ്ണനെ നോക്കി പരിഹസിക്കും. കൃഷ്ണന്റെ മാലയിലെ ഈ പ്രസാദം കണ്ടിട്ട്, ആരുടെ പ്രസാദം? ഇവരുടെ കുചകുങ്കുമമായിട്ടുള്ള പ്രസാദം കണ്ടിട്ട്. അതാണ് ഇവിടെ തന്മാനിനീനാം പ്രസാദം. എവിടെ? യദുസദസ്സി വിളംബ്യം. യദുസദസ്സിൽ അപഹസിക്കപ്പെടുന്നതായിട്ടുള്ള ആ സ്ത്രീകളുടെ ഈ പ്രസാദത്തെ അവൻ വഹിച്ചോട്ടെ, ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റില്ല. ഞങ്ങളെന്തിനു വഹിക്കണം? എന്നിട്ട് ഞങ്ങളെ പിന്നീട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, എന്താ കാലിൽ കുങ്കുമം, എവിടുത്തെയാണ്? ഓ, മധുരാപുരിയിലെ സ്ത്രീകളുടെ കുചകുങ്കുമം. കഷ്ടം. നിങ്ങളും ആ മധുരാപുര സ്ത്രീകളുടെ ദാസികളായി തീർന്നോ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പല അർത്ഥത്തില് നിങ്ങൾക്കും ചേർത്ത് വായിക്കാം, അല്ലേ? കുശുമ്പും കുനിഷ്ടവും നമുക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയൊക്കെ ചുഴിഞ്ഞ് ചിന്തിക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചോളൂ. എന്നിട്ട് അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചോളൂ. എന്തായാലും ഇവർ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? ആ സ്ത്രീകളുടെ കുജകുങ്കുമം കൃഷ്ണന്റെ മാലയിൽ തന്നെ ഇരിക്കട്ടെ. അവനെ യാദവന്മാരൊക്കെ പരിഹസിക്കുന്നതാണത്. അത് നീ മീശയിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മേലെ ആക്കണ്ട, ഞങ്ങളെ തൊടണ്ട, മാറി നിൽക്ക് എന്ന് ആ വണ്ടിനോടുള്ള ആ ഒരു പ്രകടനമാണ് ഒരു അവജ്ഞയോടെ അല്ലെങ്കിൽ അസഹിഷ്ണുതയോടെ കൃഷ്ണന്റെ ദൂതനായതുകൊണ്ട് അകറ്റി നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോ തന്മാനിനീനാം യദുസദസി വിളംബ്യം പ്രസാദം മധുപതിഹി വഹതു. അവൻ വഹിച്ചോട്ടെ. ഈ ദൃക്ത്വം യസ്യ ദൂതഃ. ഈ നീ ഇപ്രകാരം വന്നിരിക്കുന്ന ഈ നീയ്, മീശയിൽ കുങ്കുമമായിട്ട് വന്നിരിക്കുന്ന നീ ആരുടെ ദൂതനാണ്? കൃഷ്ണന്റെ ദൂതനല്ലേ? അപ്പൊ നീയും കൃഷ്ണനും ഒക്കെ ആ സ്ത്രീകളുടെ പ്രസാദം വഹിച്ചോ, ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുള്ള അവരുടെ ആ ഒരു വിരഹദുഃഖം, അതുപോലെ പരിഭവം, അസഹിഷ്ണുത, കുശുമ്പ്, കുലിഷ്ഠ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു ഗോപി പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ അവർ തമ്മില് സംസാരിക്കുമ്പോൾ വർദ്ധിച്ചു വന്നുണ്ടായിട്ടുള്ളതാണ്, അല്ലേ? ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘാ സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ എന്ന് പറയും പോലെ അവരുടെ ഉള്ളിലുള്ള ക്രോധം അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് ധ്യാനിച്ച് വർദ്ധിച്ചു വന്നതാണ് ഈ ക്രോധം. മധുരാപുരത്തിലെ സ്ത്രീകളോടുള്ളതായിട്ടുള്ള ദേഷ്യം. ആ മധുരാപുര സ്ത്രീകൾ തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ സ്വന്തമാക്കി, ആ കൃഷ്ണനാവട്ടെ അവർക്ക് അനുകൂലമായി തിരിഞ്ഞു നിൽക്കുന്നു, നമ്മളെ ഉപേക്ഷിച്ചിരിക്കുന്നു, നന്ദിയില്ലാതെ നമ്മളെല്ലാം മറന്നിരിക്കുന്നു. ഈ പരിഭവമാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. അപ്പോ മധുപകിതവ ബന്ധോ മാസ്പൃശാംഗ്രിം സപത്ന്യാഃ കുചവിലുളിതമാല കുങ്കുമസ്മശ്രുഭിർനഃ വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസി വിളംബ്യം യസ്യ ദൂതസ്ത്വമീദൃക്. അപ്പോ ഇവിടെ ആ പണ്ട് ഇവരുടെ പാദത്തെ നമസ്കരിച്ച് ക്ഷമാപണം ചെയ്യാൻ വന്നതുപോലെയും ഇവർ ഭാവിച്ചു, അവരെ പ്രസാദിപ്പിക്കാൻ വന്നതുപോലെ. വേണ്ട, ഞങ്ങളെ പ്രസാദിപ്പിക്കൊന്നും വേണ്ട, ആ പെണ്ണുങ്ങളുടെ കാലിൽ തന്നെ കിടന്നിട്ട് അവരെ പ്രസാദിപ്പിച്ചോ, ആ കൃഷ്ണൻ അവരെ പ്രസാദിപ്പിക്കട്ടെ, നീയും ആ കൂട്ടത്തിൽ പൊക്കോ എന്ന മട്ടില് കൃഷ്ണൻ മധുരാപുര സ്ത്രീകളെ പ്രസാദിപ്പിച്ച് അവിടെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന മട്ടിലാണ് ഇവിടെ പറയുന്നത്. സകൃതധരസുതാം സ്വാമോഹിനീം പായയിത്വാ സുമനസൈവ സദ്യസ്തത്യജേസ്മാൻ ഭവാദൃക് പരിജനതി കദം തൽപാദപദ്മം തു പദ്മാ യപിബദ ഹൃദചേതാ ഉത്തമശ്ലോകജൽപൈഃ.
സകൃതധരസുതാം സ്വാം മോഹിനീം പായയിത്വാ സുമനസൈവ സദ്യസ്തത്യജേസ്മാൻ ഭവാദൃഗ് പരിചരതി കഥം തൽപാദപദ്മം തു പദ്മാ ഹ്യപിബത ഹൃദചേതാ ഉത്തമ ശ്ലോകജൽപൈ. ഭവാദൃക് സുമനസഃ ഇവ മോഹിനീം സ്വാം അദരസുതാം സകൃത് പായയിത്വാ സദ്യഃ അസ്മാൻ തത്യജേ. അപ്പൊ എന്താണ് ഈ കൃഷ്ണനോടുള്ള പരിഭവത്തിന്റെ കാരണം? എന്തിനാ നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടണത്? ഒരു കാര്യമില്ലല്ലോ എന്ന് ആ വണ്ടുകൾ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിന്റെ സ്ഥാനത്ത് വേറെ ഉദ്ധവനോ വേറെ ആരെങ്കിലും കേൾക്കുന്നവർ എന്തിനാ വെറുതെ കൃഷ്ണനോട് ദേഷ്യപ്പെടണത്? കൃഷ്ണൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ ദ്രോഹം ചെയ്തു. എന്താ ചെയ്തത്? നിന്നെ പോലെ തന്നെ നീയൊരു നന്ദി കെട്ടവനാണല്ലോ. എങ്ങനെ? ഭവാദൃക് സുമനസഃ ഇവ, നിങ്ങളെ പോലെയുള്ളവർ എന്ന് വെച്ചാൽ വണ്ടുകളും തേനീച്ചകളും എന്താ ചെയ്യണം? സുമനസഃ ഇവ, പൂക്കളെ എന്ന പോലെ. പൂക്കളെ എന്താ ചെയ്യുക? ഒരിക്കൽ തേൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ പൂവിലേക്ക് പോവില്ല, കാരണം കഴിഞ്ഞു എന്നറിയാം, വേറെ പൂവിലേക്ക് പോകും. അപ്പൊ നിങ്ങളെ പോലെയുള്ളവർ വണ്ടുകളും തേനീച്ചകളും എങ്ങനെ ഒരു പൂവിൽ നിന്ന് തേൻ കുടിച്ചു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചു പോകുമോ, അതുപോലെ മോഹിനീം സ്വാം അദരസുതാം സകൃത് പായയിത്വാ, ഭഗവാന്റെ അദരസുതയെ ഞങ്ങൾക്ക് ഒരിക്കൽ പാനം ചെയ്യാൻ തന്നു. ഞങ്ങൾക്ക് മോഹിനിയും അദരസുത എന്ന് പറയുന്നുണ്ട്. എല്ലാവരെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള സ്വാം അദരസുത, തന്റെ അദരസുതയെ, തന്റെ അദരാമൃതത്തെ, തന്റെ ചുണ്ടിൽ നിന്നൊഴുകുന്നതായിട്ടുള്ള തേനിനെ, അമൃതത്തെ സകൃത് പായയിത്വ, ഒരിക്കൽ ഞങ്ങളെ കുടിപ്പിച്ചിട്ട് സദ്യ അസ്മാൻ തത്യജേ, ഉടനെ തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചു, ത്യജിച്ചു. അപ്പൊ ഞങ്ങളെ വെറുതെ ഇരുന്ന ഞങ്ങളെ കൊതിപ്പിച്ചിട്ട്, അല്ലേ, അദ്ദേഹത്തിന്റെ അദരാമൃതം പാനം ചെയ്യാനായിട്ട് തന്നിട്ട് ഞങ്ങൾക്ക് മോഹം തന്ന് ഞങ്ങളിപ്പോൾ അതിൽ മോഹിച്ച് അടിമകളായി തീർന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് തരാതെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. മദ്യപാനികൾ, മറ്റ് ലഹരികൾക്ക് അടിമപ്പെട്ടിട്ടുള്ളവർ ഒക്കെ ഇങ്ങനെ തന്നെയാണ്, അല്ലേ? ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെയും വേണമെന്ന് തോന്നും, കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും. അപ്പൊ ആ ലഹരികൾക്ക് അടിമകളാകുന്നത് പോലെ ഇവിടെ ഗോപികമാർ ആർക്ക്, എന്തിന് അടിമയായി? ഭഗവാന്റെ അദരാമൃതം ഒരിക്കൽ പാനം ചെയ്ത് വീണ്ടും അത് തന്നെ കിട്ടണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു അഡിക്ഷൻ വന്നു ചേർന്നു. ഇത് വാസ്തവത്തില് ആധ്യാത്മികമായി പറഞ്ഞാൽ ഭഗവാൻ, ആ ഈശ്വരനെ കുറിച്ച് നമ്മൾ നിരന്തരമായി ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യുമ്പോൾ ആ ഭഗവാന്റെ അനുഭവം പലപ്പോഴും നമ്മൾക്ക് ഒരു മിന്നൽ പോലെയൊക്കെ വന്നു പോകും. ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കും. അത് നിരന്തരമായി കിട്ടാനായിട്ട് നമ്മുടെ ഉള്ളിൽ കൊതി ഉണ്ടാക്കിയിട്ട് പോകും. അപ്പൊ എന്ത് വേണം? നിരന്തരമായി കിട്ടാനായിക്കൊണ്ട് നിരന്തരമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ഈ നിധിധ്യാസനം തുടർന്നുകൊണ്ടേയിരിക്കണം. നിധിധ്യാസനം തുടർന്നുകൊണ്ടേയിരുന്നാൽ ആ അനുഭവം സ്ഥിരമാകും. ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന അനുഭവം സ്ഥിരമാകും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ അതിനിടയ്ക്ക് ചില അനുഭവങ്ങളൊക്കെ ഭഗവാൻ തരും, തന്നെ സ്വാദു നോക്കാൻ തരും. നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തിൽ അങ്ങനെയാണല്ലോ ഉണ്ടായത്, അല്ലേ? അദ്ദേഹം കാട്ടിൽ ചെന്ന് തപസ് അനുഷ്ഠിച്ചപ്പോൾ ഒരു ചെറിയൊരു മിന്നൽ പോലെ ഭഗവാന്റെ അനുഭവം ഉണ്ടായി. പിന്നെ കിട്ടിയില്ല. പിന്നെയും തപസ് ചെയ്യാനിരുന്നപ്പോ അശരീരി ഉണ്ടായി. ഈ ജന്മത്തിൽ നിനക്ക് ഇത്രയേ ഉള്ളൂ, നിനക്ക് ഇനിയും സത്സംഗങ്ങൾ ചെയ്തുകൊണ്ട് നീ ശിഷ്ടജന്മം കഴിച്ചു കൂട്ടുക, അടുത്ത ജന്മത്തില് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഭവം നന്നായിട്ടുണ്ടാവും.
അങ്ങനെയാണ് നാരദൻ പിന്നീട് ബ്രഹ്മപുത്രനായി ജനിച്ച് ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുന്നത് എന്ന് നാരദന്റെ കഥ നാരദൻ പറഞ്ഞു. ഇതുപോലെ പല മഹാത്മാക്കൾക്കും അല്പനേരത്തേക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചിലപ്പോൾ ഒരു ബ്രഹ്മാനുഭവം ഉണ്ടായി എന്ന് വരും. അതൊരു ടേസ്റ്റ് തരികയാണ്. നമ്മുടെ പരീക്ഷത്തിനും അത് തന്നെ ഉണ്ടായത്. ഗർഭാവസ്ഥയിൽ ഉത്തരാഗർഭത്തിലിരിക്കുമ്പോൾ ഭഗവാനെ ചെറുതായിട്ടൊന്ന് അനുഭവിച്ചു. പുറത്തു വന്നപ്പോഴും അത് ആ ഭഗവാനെ അന്വേഷിക്കുന്നവനായി. അത് കിട്ടുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ശാന്തി ഉണ്ടാകുന്നുള്ളൂ. 7 ദിവസത്തെ സപ്താഹ ശ്രവണം കൊണ്ട് അവസാനം അദ്ദേഹത്തിന് ആ ഒരു നിഷ്ഠ, ബ്രഹ്മനിഷ്ഠ വന്നു ചേരുന്നു. അതുപോലെയാണ് ഓരോ സാധകന്മാരും ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കാനിരുന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഭഗവാൻ ഇങ്ങനെയുള്ള ചില ഓരോ മിന്നൽ പോലെ ചില അനുഭവങ്ങൾ തരും, നമ്മളെ കൊതിപ്പിക്കും. ഇനിയും 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 അത് വേണം എന്നുള്ളതായിട്ടുള്ള തോന്നലുണ്ടാവും. അങ്ങനെ നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ഈ നിഷ്ഠ, ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന നിഷ്ഠ നമ്മളിൽ സംഭവിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഗോപികമാർക്കും സംഭവിക്കുന്നത്. അതിന്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ രാസലീലയിലൂടെ അവർക്ക് ഒരു ആനന്ദാനുഭവം കൊടുത്തു. അത് ഭഗവാനെ തന്നെ നിരന്തരം സ്മരിക്കാൻ കാരണമായി. അവർക്ക് ഭഗവാനെ മറക്കാൻ കഴിയുന്നില്ല. എപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെയാണ് അവരുടെ, എന്ത് കണ്ടാലും ഭഗവാനെ കുറിച്ചാണ് അവരുടെ ചിന്ത. ഇപ്പൊ നോക്കൂ, ഒരു വണ്ടിനെ, കറുത്ത വണ്ടിനെ കണ്ടപ്പോ പോലും ആ ഭഗവാന്റെ ബന്ധുവായി, ഭഗവാന്റെ ദൂതനായി, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയായി ഭഗവാന്റെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് മധുപ, മധുപതി എന്നൊക്കെയുള്ള പേരുകള് ഭഗവാന്റെ പര്യായ ശബ്ദം കൊടുത്തുകൊണ്ടാണ് ആ വണ്ടിനെ വിളിക്കുന്നത്. അപ്പൊ ഇവര് എല്ലാറ്റിലും ഭഗവാനെ കാണാൻ തുടങ്ങി. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ എന്നുള്ള അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിത്തുടങ്ങി എന്ന് പറയുക. നിരന്തരമായ ചിന്ത കൊണ്ട് സർവാത്മഭാവം ഇവർക്ക് വരികയാണ്. അത് ഉദ്ധവൻ പറയുന്നു ഈ അധ്യായത്തില്. ഇവരുടെ ഈ ഗീതം കഴിഞ്ഞതിന് ശേഷം ഉദ്ധവൻ അവരെ പ്രശംസിക്കുന്നുണ്ട്. ആശ്വസിപ്പിക്കുകയല്ല, വാസ്തവത്തിൽ പ്രശംസിക്കുകയാണ്. ആ പ്രശംസ ഒരു തരം ആശ്വാസമാണ്. അപ്പൊ നിങ്ങള് ആ ഭഗവാനെ തന്നെ നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് എല്ലാറ്റിലും ഭഗവാനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഒരു വണ്ടിലും ഭഗവാനെ കണ്ട് ആ വണ്ടിനോട്, ഭഗവാനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തായാലും ആ കൃഷ്ണനോട് ഞങ്ങൾക്കുള്ള ദേഷ്യത്തിന് കാരണം, പരിഭവത്തിന് കാരണം, അയാൾ ഞങ്ങളെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ മധുരമുള്ള അധരസുതയെ മോഹിപ്പിക്കുന്ന അധരസുതയെ നൽകി കൊതിപ്പിച്ചിട്ട് പിന്നെ സ്ഥലം വിട്ടു കളഞ്ഞു, ഞങ്ങളെ ഉപേക്ഷിച്ചു. അതാണ് മോഹിനിയും സ്വാം അധരസുതാം സകൃത് പായയിത്വ സദ്യ അസ്മാൻ തത്യജേ. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വസിക്കാൻ കൊള്ളാത്ത ഇയാളെ പാവം ആ ലക്ഷ്മി ദേവി എങ്ങനെ സഹിക്കണോ? ഇതാണ് അവരുടെ അടുത്ത പരിഭവം. ലക്ഷ്മി ദേവിയോട് സിമ്പതി കാണിക്കണാര് ഗോപികമാര്. ലക്ഷ്മി ദേവി ഒരു മന്ദബുദ്ധിയാണെന്ന് തോന്നുന്നു. ഈ കള്ളന്റെ കള്ളത്തരങ്ങളൊന്നും അറിയാതെ പാവം അതിന്റെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും നടക്കില്ല. ലക്ഷ്മി ദേവി വേണമെങ്കിൽ അയാളുടെ പാദമൊക്കെ സേവിച്ചുകൊണ്ടിരുന്നോളും, ഇയാൾ എന്ത് ചതി ചെയ്താലും. പക്ഷെ ഞങ്ങളിതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്ന മട്ടില് ഇവര് ലക്ഷ്മി ദേവി മന്ദബുദ്ധിയാണെന്നും ഞങ്ങൾ ബുദ്ധിമതികളാണെന്നും, അയ്യോ പാവൻ ലക്ഷ്മി ദേവി എന്ന് ലക്ഷ്മി ദേവിയോട് സിമ്പതി കാണിക്കുന്നതാണ് ഈ ശ്ലോകത്തിലെ അവസാനത്തെ 2 വരി, ഉത്തരാർദ്ധം. എന്താണ്? പരിചരതി കഥം തൽപാദ പത്മം തു പദ്മാ യപിബദ ഹൃദചേതാ ഉത്തമ ശ്ലോക ജൽപൈഹി. ഇവിടെ പത്മ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ പര്യായമാണ്. അപ്പൊ ആ പത്മാദേവി, ആ ലക്ഷ്മി ദേവി തൽ പാദപത്മം കഥം പരിചരതി. ഈ കള്ളന്റെ യോഗ്യനല്ലാത്ത ഈ വഞ്ചകന്റെ പാദത്തെ എങ്ങനെ പരിചരിക്കുന്നു ആ ലക്ഷ്മി ദേവി? കഥം പരിചരതി സാ.
ഉത്തമശ്ലോക ജൽപ്പൈഹി അഭിഹൃതചേതാഹി ബദ. എന്താ പറയണത്? ഉത്തമശ്ലോക ജൽപ്പൈഹി. ഭഗവാനെ കുറിച്ച് നല്ല വാക്കുകളും പറയുന്നുണ്ട്. ഉത്തമശ്ലോകൻ ഉത്തമശ്ലോകന്റെ ജൽപ്പനങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാലോ, അവൻ ആള് മിടുമിടുക്കനാണ്. എല്ലാരെയും പറഞ്ഞ് പാട്ടിലാക്കാനും പറ്റിക്കാനും നമ്പർ 1 ആണ്. അല്ലേ? ഭഗവാന്റെ ആ ചാടുവാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ആരാണ് വീണു പോകാതിരിക്കുക? ഞങ്ങളോട് എത്രയാ കാണിച്ചിട്ടുള്ളത്, ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് പിടികിട്ടിയത് ആളാരാന്ന് എന്നാണ് ഇവരുടെ ഭാവം. അപ്പൊ അവൻ ജൽപ്പനങ്ങളിൽ മിടുക്കനാണ്, ചാടുവാക്കുകൾ പറഞ്ഞ ആളുകളെ വഞ്ചിക്കുന്നതിൽ മിടുമിടുക്കനാണ്. അങ്ങനെയുള്ള അവന്റെ വാക്കുകൾ കേട്ട് ആ പാവം ലക്ഷ്മി ദേവി ഹൃദചേതാ, ഹരിക്കപ്പെട്ട ചേതസ്സോടുകൂടി ഹൃദയം കവർന്നവളായി. ഹി ബദ, നിശ്ചയം, ആശ്ചര്യം തന്നെ. ആ ലക്ഷ്മി ദേവി ഇവന്റെ ചാടുവാക്കുകളിൽ മോഹിച്ചിരിക്കുന്നു. ചിന്തിക്കാനുള്ള കഴിവില്ല ആർക്ക്? ലക്ഷ്മി ദേവിക്ക്. അതുകൊണ്ടാണ് മോഹിച്ചിരിക്കുന്നത്, വിവേകമില്ലാത്തത് കൊണ്ട്. ഞങ്ങളോ അവന്റെ ചാടുവാക്കുകളാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇനി ഞങ്ങൾ മോഹിക്കുന്ന പ്രശ്നമില്ല എന്ന മട്ടിലാണ് ഇവിടെ ഇവരുടെ ഈ ഒരു പരിഭവം അവതരിപ്പിക്കുന്നത്. കൂട്ടത്തിൽ ലക്ഷ്മി ദേവിയെ ഒന്ന് സിമ്പതൈസ് ചെയ്തു എന്നറിയാം. അപ്പോ അറിഞ്ഞോ അറിയാതെയോ അവർ ഇതൊരു ഭഗവാനെ പുകഴ്ത്തുന്ന സ്തുതിയും കൂടിയാണ്. ഉത്തമ ശ്ലോകനെന്നും ലക്ഷ്മീപതിയാൽ സേവിക്കപ്പെടുന്നവനെന്നും, ലക്ഷ്മി ദേവി മംഗളം ദേവതയാണ്. ആ മംഗളദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി ഇദ്ദേഹത്തെ സേവിക്കണമെങ്കിൽ, പൂജിക്കണമെങ്കിൽ അയാൾ ഉത്തമ ശ്ലോകൻ തന്നെ ആയിരിക്കണം. ഞങ്ങൾ എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ പറയണമെന്നേ ഉള്ളൂ. അവൻ ഉത്തമ ശ്ലോകൻ തന്നെയാണ്. അവൻ ചെയ്യുന്നതൊക്കെ ഉത്തമങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെ കീർത്തിക്കേണ്ടതാണ്. ഉത്തമ ശ്ലോകൻ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കീർത്തിക്കപ്പെടേണ്ടവൻ. ആരെ ശ്ലോകിക്കുന്നതാണോ ഉത്തമം, ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രയോജനമുള്ളത്. നമ്മുടെ പാപങ്ങളെ, നമ്മുടെ വാസനകളെ ഒക്കെ ക്ഷയിപ്പിക്കുന്നതാണ് അവനെ സ്തുതിക്കുന്നത്, അവനെ ശ്ലോകിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ കർമ്മങ്ങൾ ഒരിക്കലും വഞ്ചനയോ ചതിയോ കളവോ ഒന്നുമല്ല, അല്ലേ? സത്യസ്വരൂപനാണ് ഭഗവാൻ, സത്യസങ്കല്പനാണ്, സത്യവാക്കാണ്, സത്യവ്രതനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും ഉത്തമം തന്നെയാണ്, കീർത്തിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തെ ലക്ഷ്മി ദേവി പോലും സേവിക്കുന്നു, എപ്പോഴും വിടാതെ സേവിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം യോഗ്യൻ തന്നെയാണ്. എങ്കിലും ഞങ്ങളുടെ പരിഭവം, ഞങ്ങളുടെ പരിമിതികൾ കൊണ്ട്, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എന്ന് പറയാതെ പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അപ്പോൾ ഇവർ പറഞ്ഞു വരുമ്പോൾ അതിന്റെ പ്രത്യക്ഷാർത്ഥം നോക്കുമ്പോൾ ലക്ഷ്മി ദേവിയെ പോലും അവര് സിമ്പതൈസ് ചെയ്യുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന പോലെ, ഒട്ടും ചിന്തിക്കാൻ കഴിവില്ലാതെ വെറുതെ ആ വഞ്ചകന്റെ കാല് സേവിച്ചുകൊണ്ടിരിക്കണു, അവന്റെ ചാടുവാക്കുകളിലൊക്കെ വീണു പോയിരിക്കണു എന്നുള്ള മട്ടിലാണ് പറയുന്നത്. എങ്കിലും എല്ലായിടത്തും ഇവിടെ ദ്വയാർത്ഥമുണ്ട്. ഭഗവാനെ സ്തുതിക്കുന്ന അർത്ഥമുണ്ട്, ഭഗവാനെ നിന്ദിക്കുമ്പോഴും. സകൃതധരസുതാം സ്വാം മോഹിനീം പായയിത്വാ സുമനസൈവ സദ്യസ്തത്യജേസ്മാൻ ഭവാദൃക് പരിചരതി കഥം തൽപാദപദ്മം തു പദ്മാ ഹ്യഭിബദ ഹൃദചേതാ ഉത്തമശ്ലോകജൽപൈഹി. അപ്പൊ ലക്ഷ്മി ദേവിയെ വേണമെങ്കിൽ അയാൾ ഇനിയും വഞ്ചിച്ചോട്ടെ, ഇനി ഞങ്ങളുടെ അടുത്ത് അവന്റെ വളവൊന്നും നടക്കില്ല എന്നും കൂടി സൂചന. അതുകൊണ്ട് നീ കടന്നു പോ എന്നാണ് വണ്ടിനെ ആട്ടി വിടുന്നതിന്റെ താല്പര്യം. കോംപ്രമൈസ് ഒന്നുമില്ല, നീ പൊക്കോ എന്ന് വണ്ടിനെ ആട്ടുകയാണ്. കിമിഹ ബഹുഷഡംഗ്രേ ഗായസിത്വം യദൂനാം അധിപതിമഗൃഹാണാമഗ്രതോ നഃ പുരാണം വിജയസഗസഖീനാം ഗീയതാം തൽപ്രസംഗഃ ക്ഷപിതകുചരുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ടാഃ. കിമിഹ ബഹുഷഡംഗ്രേ ഗായസിത്വം യദൂനാം അധിപതിമഗൃഹാണാമഗ്രതോ നഃ പുരാണം
വിജയസഖസഖീനാംഗീയതാം തൽപ്രസംഗ ക്ഷപിത കുചരുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ടാഃ. അപ്പൊ പൂർവ്വശ്ലോകത്തിലും ഈ ലക്ഷ്മീദേവി നിരന്തരം സേവിക്കുന്നവൻ എന്ന് പറഞ്ഞതിലൂടെ ഈ കൃഷ്ണൻ ആരാണ്? കൃഷ്ണൻ സാക്ഷാൽ വിഷ്ണു തന്നെയാണ്, നാരായണൻ തന്നെയാണ് എന്നുള്ള ഗോപികമാരുടെ അറിവിനെ അവർ ഒന്നുകൂടെ പ്രകടിപ്പിക്കുകയാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ കൃഷ്ണൻ ലോക്കൽ കൃഷ്ണനല്ല, വസുദേവപുത്രനോ ദേവകി നന്ദനനോ അല്ലെങ്കിൽ യശോദയുടെയും നന്ദന്റെയും വളർത്തു മകനോ ഒന്നുമല്ല. വാസ്തവത്തിൽ കൃഷ്ണൻ നാരായണൻ തന്നെയാണ് എന്നുള്ള ആ അറിവിനെ അവരിതിലൂടെ പ്രകാശിപ്പിച്ചു എന്നർത്ഥം. അപ്പൊ ഇനിയും ഈ വണ്ടിനോട് തന്നെ പരിഭവത്തെ ഒന്നുകൂടെ പ്രകടിപ്പിക്കുകയാണ്. ഹേ ഷഡംഗ്രേ, ഷഡംഗ്രി എന്ന് പറഞ്ഞാൽ 6 കാലുകൾ ഉള്ളത്, ഷഡ്പദം. അപ്പൊ ഹേ ഷഡ്പദമേ, നീയും മന്ദബുദ്ധിയാണെന്നൊരു അർത്ഥത്തിലാണ്. 4 കാലുള്ള ജന്തുക്കളെ മന്ദബുദ്ധിയാണ്. അപ്പൊ 6 കാലാകുമ്പോഴോ ഒരു 1.5 മന്ദബുദ്ധിയാണ് അല്ലെ. 4 കാല് ഒരു ഫുൾ മന്ദബുദ്ധിയാണെങ്കിൽ 6 കാലാകുമ്പോ അതിന്റെ ഒരു അരയും കൂടിയായി. അങ്ങനെ 1.5 മന്ദബുദ്ധിയാണ് നീ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഷഡംഗ്രേ, അല്ലയോ 4 കാലി എന്നല്ല 6 കാലി. പുരാണം യദൂനാം അധിപതിം അഗൃഹാണാം നഹ അഗ്രത ഇഹ കിം ബഹുഗായസി. എന്തിനാ നീ അധികം ഇവിടെ ഗാനം ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്? അപ്പൊ വണ്ടിന്റെ മൂളല് കൃഷ്ണനെ കുറിച്ചുള്ള സ്തുതിയാണ് എന്ന് എടുത്തുകൊണ്ട് ആ കൃഷ്ണനെ കുറിച്ച് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പാടിയത് മതി, ഒരു പ്രയോജനവുമില്ല, നിനക്ക് ഞങ്ങൾ ഒന്നും തരാൻ പോകുന്നില്ല, കാരണം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒന്നുമില്ല, ഞങ്ങളെ ഗൃഹമില്ലാത്തവരാണ് എന്നാ. അതാണ് അഗൃഹാണാം എന്ന് പറയുന്നത്. അപ്പോ യദൂനാം അധിപതിം, ആ യാദവന്മാരുടെ അധിപതിയായിട്ടുള്ള കൃഷ്ണനെ കുറിച്ച് പുരാണം, അവൻ പുരാണനാണ്, അവനെക്കുറിച്ച് അഗൃഹാണാം നഹ അഗ്രതഃ, ഗൃഹങ്ങളില്ലാത്തവരായ ഞങ്ങളുടെ മുമ്പിൽ കിം ബഹുഗായസീഹ, ഇവിടെ ഇപ്പൊ എന്തിനാ നീ കുറെ പാടുന്നത്, കുറെ കഷ്ടപ്പെടുന്നത്, അയാളെ കുറിച്ച് പ്രശംസിച്ച് അയാൾക്ക് വേണ്ടി ക്ഷമാപണം ചെയ്യാനും അയാൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നീ ഞങ്ങളെ പ്രീതിപ്പെടുത്താനായി കൊണ്ട് വന്നിരിക്കുകയാണ്. നീ ഇവിടെ വന്ന് ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിനക്ക് തരാനും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾ നിസ്പൃഹന്മാരാണ്, ഒന്നുമില്ലാത്തവരാണ്, ഗൃഹങ്ങൾ പോലും ഇല്ലാത്തവരാണെന്ന അഗൃഹാണാം എന്നൊരർത്ഥം. ഗോപികമാര് ഗൃഹങ്ങൾ പോലും ഉപേക്ഷിച്ചവരാണ് അല്ലേ, ഭഗവാന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചതാണ്. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗതാ, ഗോപികാഗീതത്തിൽ പറഞ്ഞതാണ്. പതി സുത അന്വയ ഭ്രാതൃ ബാന്ധവാൻ, എല്ലാവരെയും ഉപേക്ഷിച്ച് ഗൃഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അങ്ങയുടെ അടുത്തേക്ക് വന്നവരാണ് ഞങ്ങൾ എന്ന്. അപ്പോൾ എല്ലാറ്റിലും മമത ഉപേക്ഷിച്ചുകൊണ്ട് ആകെ ഇപ്പോൾ ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഗോപികമാർ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള ഞങ്ങളോട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഈ പാട്ടൊന്നും പാടിയിട്ട് ഒരു കാര്യമില്ല, നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, നിനക്കിഷ്ടമുള്ള കാര്യമൊക്കെ കിട്ടണമെങ്കിലേ നീ ആ ഭാഗ്യവതികളായിട്ടുള്ള അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക. ആരാ ഭാഗ്യവതികൾ? മധുരാപുരത്തിലെ സ്ത്രീകൾ. അവര് നിന്റെ ഇഷ്ടത്തെ ചെയ്യും. നിനക്ക് സമ്മാനങ്ങളൊക്കെ തരണമെങ്കിൽ അവര് തരും. കാരണം ഞങ്ങളിപ്പോ ഓൾറെഡി ഒന്നും ഇല്ലാത്തവരാണ്, നഷ്ടപ്പെട്ടവരാണ്, കയ്യിൽ തരാൻ ഒന്നും ഇല്ലാത്തവരാണ്. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ ദുഃഖിക്കുന്നവരടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഗാനം ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തൽ പ്രസംഗ, അവനെ കുറിച്ചിട്ടുള്ള പ്രസംഗം, ആ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള പ്രസംഗം ഉണ്ടല്ലോ, വിജയസഖസഖീനാം അഗ്രതഃ ഗീയതാം. വിജയസഖൻ എന്നത് കൃഷ്ണന്റെ പേര് പറഞ്ഞതാണ്. ഭാവിയിൽ ഭഗവാൻ അർജുനന്റെ കൂട്ടുകാരനാവുന്നുണ്ട്, വിജയന്റെ സഖാവ്. പക്ഷെ ഇവിടെ ഗോപികമാര് അത് മുൻകൂട്ടി തന്നെ പറയുന്നു. ആ വിജയസഖൻ പാർത്ഥസാരഥി,
അവന്റെ സഖികൾ ആരാണ്? സഖികള് മധുരാപുരത്തിലെ സ്ത്രീകള്. അപ്പൊ വിജയസഖാവിന്റെ സഖികളുടെ അഗ്രതഃ ഗീയതാം, അവരുടെ മുമ്പിൽ ചെന്ന് പാട്. ക്ഷപിത കുജരുജഃ ഇഷ്ടാഹ തേ ഇഷ്ടം കൽപ്പയന്തി. ക്ഷപിത കുജരുജഃ, അവരാണ് കുജരുജം ശപിച്ചിരിക്കുന്നവർ. എന്ന് വെച്ചാൽ എന്താ? കുജരുജം എന്ന് പറഞ്ഞാൽ സ്തനത്തിലുള്ള രോഗം. രോഗം. എന്ത് രോഗമാണ് അവിടെ? സ്തനത്തിലുള്ള രോഗം. അത് കാമപീഡയാണ്. മധുരാപുരത്തിലുള്ള സ്ത്രീകളാകട്ടെ ക്ഷപിത കുജരുജകളാണ്. എന്ന് പറഞ്ഞാലോ അവരുടെ ആ ഹൃദയവ്യത അഥവാ കാമപീഡ അത് ക്ഷപിതം ക്ഷയിതം, നശിപ്പിക്കപ്പെട്ടത്. കാമപീഡയെല്ലാം നശിച്ച് ശാന്തരായിരിക്കുന്ന, സന്തോഷിച്ചിരിക്കുന്ന ആ മധുരാപുരത്തിലെ സ്ത്രീകളുടെ, കൃഷ്ണന് പ്രിയപ്പെട്ടവരായ സ്ത്രീകളുടെ മുമ്പിൽ ചെന്ന് പാടൂ. അപ്പോ അവര് ഇഷ്ടാഹ, അത് കേട്ടിട്ട് കൃഷ്ണന്റെ കഥകൾ കേൾക്കുമ്പോ വളരെ സന്തോഷത്തോടെ തേ ഇഷ്ടം കൽപ്പയന്തി, നിന്റെ ഇഷ്ടത്തെ ചെയ്തു തരും, നിനക്ക് വേണ്ടതൊക്കെ നൽകും, നിന്നെ സന്തോഷിപ്പിക്കും. അപ്പോ ആ മധുരാപുരിയിലെ സ്ത്രീകളാണ് ഭഗവാനെ എപ്പോഴും ആലിംഗനം ചെയ്ത് അവരുടെ സ്തനങ്ങളുടെ വേദനകളെല്ലാം രോഗങ്ങളെല്ലാം മാറ്റി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവൾ. അല്ലേ? നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴാ? സന്തോഷിച്ചിരിക്കുമ്പോൾ. ഒരാൾ സന്തോഷിച്ചിരിക്കുമ്പോൾ വേണം നമ്മൾ എന്തെങ്കിലും പോയിട്ട് അവരോട് ചോദിക്കാൻ. അവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുവോ? ചോദിച്ചാൽ കിട്ടുവോ? നല്ല ചീത്ത കിട്ടും. ദേഷ്യം പ്രകടിപ്പിക്കുവര്. ഞാനേ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുക, നാണമില്ലേ എന്ന് ചോദിക്കും. അല്ലേ? എന്നാൽ സന്തോഷിച്ചിരിക്കുന്നവരോട് വേണം എന്തെങ്കിലും ചോദിക്കാൻ. വിശന്നിരിക്കുന്നവരോട് ഒന്നും ചോദിക്കരുത്. അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറയണം. ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ ചാരു കസേരയിൽ ചാഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് എന്തും ചോദിക്കാം. ഓ, അതിനെന്താ, കൊണ്ടുവെക്കോ എന്ന് പറയും. ഇതായിരുന്നു ലോക സ്വഭാവം. അപ്പൊ അതുപോലെ ഇവിടെ ഞങ്ങൾ കൃഷ്ണനെ കാണാതെ കൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ചതിന്റെ ദുഃഖവും പരിഭവവുമായിട്ടിരിക്കുമ്പോൾ നീ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഈ പാട്ടൊക്കെ പാടി അഭിനയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു സമ്മാനവും ഞങ്ങൾ തരാൻ പോകുന്നില്ല, ഞങ്ങൾ ആകെ ദുഃഖിതരാണ്. നീ വേണമെങ്കിൽ ആ മധുരാപുരിയിലെ കൃഷ്ണന്റെ ആ പ്രിയകളായിട്ടുള്ള, എന്നും കൃഷ്ണന്റെ ആലിംഗനം ലഭിച്ച് അവരുടെ സ്തനരോഗം ശമിച്ചിരിക്കുന്ന, അവരുടെ കാമപീഡ ശമിച്ചിരിക്കുന്നതായിട്ടുള്ള അവരോട് ചെന്ന് ചോദിക്ക്. അവര് നിനക്ക് ഇഷ്ടമായിട്ടുള്ളതെല്ലാം ചെയ്തു തരും. തേ ഇഷ്ടം കൃഷ്ണസഖ്യ കൽപ്പയന്തി. കൃഷ്ണന്റെ സഖാത്തികള്, കൃഷ്ണസഖികൾ നിന്റെ ഇഷ്ടത്തെ കൽപ്പിക്കും, നിന്റെ ഇഷ്ടത്തെ ചെയ്തു തരും. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പൊക്കോ എന്ന് പറയണം. കിമിഹ ബഹുഷഡംഗ്രേ ഗായസിത്വം യദൂനാം അധിപതിമഗൃഹാണാമഗ്രതോ നഃ പുരാണം വിജയസഖസഖീനാം ഗീയതാം തത്പ്രസംഗഃ ക്ഷപിത കുജരുജസ്തേ കൽപ്പയന്തീഷ്ടമിഷ്ടാഃ ദിവി ഭുവി ജരസായാം കാ സ്ത്രിയത്തദ്ദുരാഭാഃ കപടരുചിരഹാസഭ്രൂവിജൃംഭസ്യ യാ സ്യുഃ ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ ഹ്യുത്തമശ്ലോകശബ്ദഃ. ദിവി ഭുവി ചരസായാം കാ സ്ത്രിയസ്തദ്ദുരാഭാഃ കപടരുചിരഹാസഭ്രൂവിജൃംഭസ്യ യാ സ്യുഃ ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ ഹ്യുത്തമശ്ലോകശബ്ദഃ. അപ്പൊ ഉത്തമശ്ലോകശബ്ദ, ഉത്തമശ്ലോകൻ എന്ന ശബ്ദം, അതിനൊരാൾ യോഗ്യനാകുന്നത് എപ്പോഴാണ് എന്ന് പറയണം. ഈ കൃഷ്ണനെ ഉത്തമശ്ലോകൻ എന്ന് പറയുന്നത് വെറുതെയാണ്. അയാൾ ഉത്തമശ്ലോകനൊന്നുമല്ല, അയാൾ വഞ്ചകനാണ്, കള്ളനാണ്. ഉത്തമശ്ലോകൻ എന്ന് പറഞ്ഞാൽ നന്നായി കീർത്തിക്കപ്പെടേണ്ടവൻ. ആരെയാ നന്നായിട്ട് കീർത്തിക്കേണ്ടത്? അത്യന്തം ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനാണ് കീർത്തിക്കാൻ അർഹൻ. അല്ലാതെ
ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാതെ ഇങ്ങനെ സ്വന്തം സുഖം മാത്രം നോക്കി നടക്കുന്നവരൊക്കെ കേമന്മാരാന്ന് ആരെങ്കിലും പറയുമോ? അപ്പൊ അതുകൊണ്ട് ഇവനെ ഉത്തമ ശ്ലോകൻ എന്ന് വിളിച്ചത് തെറ്റിപ്പോയി, അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ. ഗോപി തന്നെ സ്വന്തം ഉത്തമ ശ്ലോകൻ എന്ന പ്രയോഗത്തെ തിരുത്തുകയാണ് ഇവിടെ. ഉത്തമ ശ്ലോകൻ എന്നൊക്കെ ഉള്ളത് ഇപ്പോ നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഇഷ്ടം പോലെ വ്യാജ ഡോക്ടറേറ്റുകൾ അല്ലെ, വ്യാജ ബിരുദങ്ങൾ, വ്യാജ അവാർഡുകൾ എന്നെല്ലാമാണ് ഉണ്ടാക്കുന്നത് അല്ലേ. 4 കള്ളന്മാര് ചേർന്നാൽ ഒരു കള്ളൻ മറ്റേ കള്ളന് ഒരു ടൈറ്റിൽ കൊടുക്കും, ആ കള്ളൻ ഈ കള്ളന് ഒരു ടൈറ്റിൽ കൊടുക്കും, ഈ കള്ളൻ മറ്റേ കള്ളന് ഒരു ടൈറ്റിൽ കൊടുക്കും. ഇവരൊക്കെ തന്നെയാണ് എല്ലായിടത്തും ജഡ്ജിങ് കമ്മിറ്റി. ഈ 3 പേരും ചേർന്ന് അയാൾക്ക് ഇന്ന് അവാർഡ് കൊടുക്കാന്ന് പറയും. മറ്റൊരു 3 പേര് ഇതിൽ ഒരാളെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇയാൾക്ക് അവാർഡ് കൊടുക്കാന്ന് പറയും. ഇങ്ങനെ പരസ്പരം അവാർഡുകളും. ഇപ്പോ യൂണിവേഴ്സിറ്റികളൊന്നുമല്ല ഡോക്ടറേറ്റുകൾ കൊടുക്കുന്നത്. എന്താ പറയുക, പല ക്ലബ്ബ് സ്റ്റാൻഡേർഡുള്ള ഓർഗനൈസേഷൻസ് വരെ പലർക്കും ഡോക്ടറേറ്റ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ ഈ ഡോക്ടറെ കൊണ്ട് തടഞ്ഞിട്ട് നടക്കാൻ വഴിയില്ലാതായി. കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയവർക്കൊന്നും ഒരു വിലയുമില്ല. കണ്ടവനൊക്കെ ഡോക്ടറാ. ആരാ കൊടുത്തതെന്ന് നല്ലോണം അങ്ങോട്ട് അന്വേഷിക്കാൻ പോയാല് ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. 4 ആള് ചേർന്ന് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇന്ന ആൾക്കിതാ ഞങ്ങൾ ഡോക്ടറേറ്റ് കൺഫർ ചെയ്യുന്നു, എന്നിട്ട് ഡോക്ടർ എന്ന പേരും വെച്ച് നടക്കും. അന്വേഷിച്ച് തന്നാൽ 9ാം ക്ലാസ് തോറ്റവനായിരിക്കും. എന്തെങ്കിലും മറ്റുള്ളവരിൽ വെച്ച് എന്തെങ്കിലും വിശേഷമായിട്ട് അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളെ ആ രംഗത്ത് ഡോക്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ അതും ഉണ്ടാവില്ല, ഒരു നല്ല കാര്യവും ചെയ്തിട്ടുണ്ടാവില്ല. എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഡോക്ടർമാരൊക്കെ ഇവിടെ ധാരാളം ഉണ്ട്, വ്യാജ ഡോക്ടർമാര്. ശരിക്കും പഠിച്ച് ബിരുദം നേടി ഡോക്ടറേറ്റ് എടുത്തവരോ അല്ലെങ്കിൽ എന്താ പറയുക PhD എടുത്തിട്ടുള്ള ഡോക്ടർമാരോ അവരെയൊക്കെ നിസ്സാരന്മാരാക്കിക്കൊണ്ട് അവരുടെ നടുവില് താനും ഡോക്ടറാണെന്ന് പറഞ്ഞ ഒരു വിഡ്ഢി മൂഢൻ അവന്റെ അതിസാമർഥ്യം കൊണ്ട് നേടിയിരിക്കുമ്പോൾ അത് സമൂഹത്തെ വഞ്ചിക്കലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊന്നും നമ്മൾ അംഗീകരിക്കാതിരിക്കുക. ആരോ അയാളെ ഡോക്ടർ എന്ന് വിളിച്ചോട്ടെ, നമ്മൾ വിളിക്കാതിരിക്കുക. ഓരോരുത്തർ സ്വയം പല പേരും കൽപ്പിച്ച് വിളിക്കും. നമ്മളത് സത്യം അറിഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ പച്ചയ്ക്ക് അയാളുടെ പേര് മാത്രം വിളിക്കുക. അയാളെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാതിരിക്കുക. അയാൾ ഡോക്ടറാണെന്നോ അയാൾ വേറെന്തെങ്കിലും ആണെന്നോ ഒന്നും അംഗീകരിച്ചു കൊടുക്കാതിരിക്കുക. പറ്റുന്നിടത്ത് സത്യം തുറന്നു പറയാം. ഇയാൾ ഇന്ന ആളാണ് കേട്ടോ, ഈ ഡോക്ടറേറ്റൊക്കെ വെറുതെ കൃത്രിമമാണ്, കള്ളത്തരത്തിൽ സമ്പാദിച്ചതാണ് എന്ന് നമുക്ക് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പറയാം. എല്ലാ രംഗത്തുണ്ട്. അപ്പൊ ഇവിടെ കൃഷ്ണനെ ഉത്തമ ശ്ലോകൻ എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറയാ. ഉത്തമ ശ്ലോകൻ എന്ന ശബ്ദം കൃപണപക്ഷേ എന്ന് പറഞ്ഞാല് ദീനന്മാരെ സഹായിക്കുന്നവരെയാണ് ഉത്തമ ശ്ലോകൻ എന്ന് വിളിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഒരാൾക്ക് ഉത്തമ ശ്ലോകൻ എന്ന് പേരിടുന്നതില് ഒരർത്ഥവുമില്ല. വഴി കൂടെ പോകുന്നവനെയൊക്കെ ഉത്തമ ശ്ലോകൻ എന്ന് വിളിക്കുക, അതാണ് ഇവിടുത്തെ സാരം. അപ്പൊ ഇവൻ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? ഇവനാകെ പെണ്ണുങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നടക്കുകയാണ് പണി. ഇവൻ വിചാരിച്ചാൽ 3 ലോകത്തുള്ള പെണ്ണുങ്ങളും അവന്റെ പുരികക്കൊടിയുടെ ചലനം കൊണ്ട് അവന്റെ പുഞ്ചിരി കൊണ്ട് തന്റെ മുമ്പിൽ വന്ന് സേവിക്കും. ഇതാണ് പറയണത്. കപടരുചിരഹാസഭ്രൂ വിജൃംഭസ്യ തസ്യ ദിവി ഭുവി രസായാം ച യാ സ്ത്രിയസ്യുഃ. കപട രുചിര ഹാസ ഭ്രൂ വിജൃംഭസ്യ യസ്യ ഏതൊരുവന് കപടമായിട്ടുള്ള വ്യാജമായിട്ടുള്ള രുചിരമായ ഹാസം, മനോഹരമായ മന്ദഹാസം, ഉള്ളില് സ്നേഹം കൊണ്ടുള്ള ഹാസമൊന്നുമല്ല,
കള്ളത്തരത്തിലുള്ള ഹാസമാണ്. അല്ലേ, നമ്മൾ പറയില്ലേ, മുമ്പിലത്തെ പല്ലുകൊണ്ട് ഇളിച്ചോണ്ട് അണപ്പല്ലുകൊണ്ട് എന്താ പറയുക, അണപ്പല്ല് കടിക്കുക, ഞെരിക്കുക എന്നതുപോലെ ഉള്ളിൽ പകയും വൈരവും അസൂയയും കുലുഷ്ടമൊക്കെ ഉണ്ടാവും. പുറത്ത് വ്യാജമായിട്ടുള്ള ചിരി അവതരിപ്പിക്കും. അതുപോലെയാണ് ഈ കൃഷ്ണൻ എന്നാ പറയുന്നത്. കപട രുചിരഹാസ, കപടമായിട്ടുള്ള രുചിരഹാസത്തോടും ഭ്രൂ വിജൃംഭസ്യ, അവന്റെ പുരികക്കൊടിയുടെ ചലനങ്ങളും ഒക്കെ നല്ല ചേഷ്ടകളാണ്, എല്ലാരെയും മയക്കാൻ പോകുന്ന ചേഷ്ടകളാണ്. അങ്ങനെയുള്ള തസ്യ, അവന് ദിവി ഭുവി രസായാം ച, ദിവി ദേവലോകത്തുള്ള സ്ത്രീകളാകട്ടെ, ഭുവി ഭൂമിയിലുള്ളതാകട്ടെ, രസ പാതാളാദി ലോകങ്ങളിലുള്ള അസുരാദി സ്ത്രീകളാകട്ടെ, ഏത് സ്ത്രീകളും, യാഹാ സ്ത്രീയ സ്യുഹു, ഏതേത് സ്ത്രീകളുണ്ടോ എല്ലാ സ്ത്രീകളും, കാഹ ദുരാപാഹ, ആരാണ് അവന് ദുരാപകൾ, അവന് പ്രാപിക്കാൻ കഴിയാത്തതായിട്ട് ആരാണുള്ളത്? ആരെയും തന്റെ കപട പുഞ്ചിരി കൊണ്ടും അദ്ദേഹത്തിന്റെ പുരികക്കൊടിയുടെ ചലനങ്ങൾ കൊണ്ടും ആരെയും വശത്താക്കി അനുഭവിക്കാൻ സാമർഥ്യമേറിയവനാണ് ഈ കൃഷ്ണൻ എന്ന കള്ളൻ. അവനെ ഭൂതിഹി യസ്യ തച്ചരണരജഃ ഉപാസ്തേ, ഏതൊരുവനെയാണോ ഭൂതി, ഭൂതി എന്നാൽ വിഭൂതി, ലക്ഷ്മീദേവി, ലക്ഷ്മീദേവിയുടെ പര്യായമാണ് ഭൂതി. അപ്പൊ ഭൂതിദേവിയും ഏതൊരുവന്റെ പാദരജസ്സുകളെ സേവിക്കുന്നുവോ, അപ്പൊ അവന് ഈ ലോകത്തിലുള്ള സ്ത്രീകൾ മുഴുവൻ ദാസികളാണ്. ലക്ഷ്മീദേവി അടക്കമുള്ള സകല സ്ത്രീകളും, ഏത് 3 ലോകത്തിലുള്ള സുന്ദരികളും അവന്റെ പാട്ടിലാണ്. അങ്ങനെ ഇരിക്കെ അവരെല്ലാം ഉപാസിക്കുന്നു. വയം കാഹ, ഞങ്ങളാര്? ഞങ്ങൾ ദീനരാണ്. അപ്പൊ ദീനരായിട്ടുള്ള ഞങ്ങളെ അവന് വേണ്ട, ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ദീനരായിരിക്കുന്ന ഞങ്ങളെ ഉപേക്ഷിച്ച അവനെ ആരാ ഉത്തമ ശ്ലോകം എന്നൊക്കെ വിളിക്കുന്നത്? വലിയ വലിയ സുന്ദരികളും അല്ലേ, സ്ഥാനമാനങ്ങളുള്ളവരുമായിട്ടുള്ള ധനികരും ഒക്കെ ആയിരിക്കുന്ന ആളുകളെ മാത്രമേ അവന് വേണ്ടൂ. ലക്ഷ്മി ദേവിയും അപ്സര സ്ത്രീകളും ദേവസ്ത്രീകളും അതുപോലെയുള്ളതായിട്ടുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വേണ്ടു. അവരെയൊക്കെ കിട്ടിയപ്പോ ഈ ഗോപികമാരെ അദ്ദേഹത്തിന് വേണ്ടാതെയായി. ഞങ്ങളാര്? അപ്പൊ ദുഃഖിക്കുന്ന അവശകളായ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത, കൃപണകളായ ഞങ്ങളെ ആശ്വസിപ്പിക്കാത്ത, സന്തോഷിപ്പിക്കാത്ത അവനെ ഉത്തമ ശ്ലോകൻ എന്ന് എങ്ങനെ വിളിക്കും? കൃപണപക്ഷത്തിലല്ലേ ഉത്തമ ശ്ലോകൻ? ദീനരെ സഹായിക്കുന്നവരെയല്ലേ പ്രശംസിക്കേണ്ടത്, ശ്രേഷ്ഠന്മാരെന്ന് പറയേണ്ടത് എന്നുള്ളതായിട്ടുള്ള ആ ഒരു ന്യായമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളെ ഇവിടെ മുമ്പ് നമ്മൾ നല്ല രീതിയിൽ ഇരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചു, ഇപ്പൊ നമ്മളെ ദീനകളാക്കി, ദീനന്മാരാക്കി നമ്മളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഉത്തമ ശ്ലോകൻ എന്ന് ഇദ്ദേഹത്തെ വിളിക്കാൻ കൊള്ളില്ല എന്ന് ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് എന്നർത്ഥം. ഇവിടെ വാസ്തവത്തിൽ ആ ഭഗവാന്റെ പുഞ്ചിരി, പുരികക്കൊടിയുടെ ചലനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മായ തന്നെയാണ്. ഭഗവാന്റെ മായയുടെ പ്രകടനമാണ് ഭഗവാന്റെ പുഞ്ചിരി, ഭഗവാന്റെ പുരികക്കൊടിയുടെ ചലനം. ഇതൊക്കെ കൊണ്ടാണ് ഭഗവാൻ ഈ ലോകത്തെ തന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നത്, മോഹിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെല്ലാവരും മായ കൊണ്ട് ഭ്രമിച്ചിരിക്കുന്നവരാണ്. ഞങ്ങളും ആ മായയിൽ ഭ്രമിച്ചിരിക്കുന്നവരാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങള് വയം കാ, ദീനരായിട്ടുള്ള ഞങ്ങളും ആ മായയാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഇവനെല്ലാവരെയും ഇങ്ങനെ പറ്റിച്ചോണ്ട് നടക്കുകയാണ്, എല്ലാവരെയും ഭ്രമിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്, എല്ലാവരെയും തൻ്റെ മായയാകുന്ന പുഞ്ചിരിയാൽ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം. ഭഗവാന്റെ മായയിൽ ഭ്രമിച്ചിരിക്കുകയാണ് എല്ലാവരും, ഈ ലോകം മുഴുവൻ. അതിൽ നിന്ന് കരകയറണമെങ്കിൽ ഉത്തമ ശ്ലോകനെ സ്തുതിക്കുക തന്നെ വഴിയുള്ളൂ.
അവൻ ഉത്തമ ശ്ലോകൻ തന്നെയാണ്. നമ്മളൊക്കെ കൃപണന്മാരാണ്. കൃപണന്മാരായിട്ടുള്ളവരൊക്കെ ഉത്തമ ശ്ലോകനെ സ്തുതിച്ചാൽ തീർച്ചയായിട്ടും ആ മായയിൽ നിന്ന് കരകയറാൻ പറ്റും. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ആരാണോ ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നത് അവര് മായയെ തരണം ചെയ്യും. അപ്പോൾ ഇത് വളരെ ദ്വയാർത്ഥത്തിലാണ് പ്രയോഗങ്ങളെല്ലാം എന്ന് പറയുക. ദിവി ഭുവി ചരസായാം കാസ്ത്രിയസ്തദ്ദുരാപാഹ കപടരുചിരഹാസഭ്രൂവിജൃംഭസ്യ യാസ്യുഃ ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ ഹ്യുത്തമശ്ലോകശബ്ദഃ. അപ്പൊ ആ ഭഗവാന്റെ പാദം സേവിക്കാൻ ലക്ഷ്മീദേവിയെ പോലെ യോഗ്യത നേടണം. നമ്മൾക്ക് അത്രയും പുണ്യമില്ലാത്തത് കൊണ്ട് കൃഷ്ണന്റെ പാദം സേവിക്കാൻ ലക്ഷ്മിയെ പോലെ സാധിക്കുന്നില്ല എന്നും കൂടെ സൂചന. എല്ലാവരും ഭഗവാന്റെ പാദത്തെ സേവിക്കുന്നത് സുഹൃതികളായതുകൊണ്ടാണ്, പുണ്യം കൊണ്ടാണ്. നമുക്ക് ആ ഭഗവാനെ സേവിക്കാൻ കിട്ടാത്തത്, സാധിക്കാത്തത് നമ്മൾ ആരുമല്ലാത്തത് കൊണ്ടാണ്. വയം കാ, നമ്മളാര്, നമ്മൾക്ക് എന്ത് യോഗ്യത, അല്ലേ? അകൃതപുണ്യകളല്ലേ നമ്മൾ എന്നുള്ള അർത്ഥത്തില് ധ്വനി. വിസൃജ ശിരസി പാദം വേദ്മ്യഹം ചാടുകാരൈഃ അനുനയ വിദുഷസ്തേഭ്യേത്യ ദൗത്യർമുകുന്ദാത് സ്വകൃതൈഃ വിസൃഷ്ടാപത്യപത്യന്യലോകാം വ്യസൃജദകൃതചേതാ കിന്നു സന്ധേയമസ്മിൻ. വിസൃജ ശിരസി പാദം വേദ്മ്യഹം ചാടുകാരൈഃ അനുനയ വിദുഷസ്തേഭ്യേത്യ ദൗത്യൈർമുകുന്ദാത് സ്വകൃതൈഃ വിസൃഷ്ടാപത്യപത്യന്യലോകാ വ്യസൃജദകൃതചേതാ കിന്നു സന്ധേയമസ്മിൻ. ഉള്ള ഭഗവാനെ കൃതജ്ഞനാണ്. സ്ഥൂലാർത്ഥത്തിൽ നന്ദിയില്ലാത്തവൻ, കൃതജ്ഞതയില്ലാത്തവൻ, നമ്മളെ മറന്നുപോയവൻ. അതുകൊണ്ട് അവനുമായിട്ട് ഇനി ഒരു സന്ധിയും ഇല്ല. കിന്നു സന്ദേഹമസ്മിൻ, അസ്മിൻ അവനിൽ കിന്നു സന്ദേഹം, എന്തിനു സന്ധിക്കണം, എന്തിനവനുമായിട്ട് സന്ധി ചേരണം? വഞ്ചകൻ, ചതിയൻ, നന്ദി കെട്ടവൻ എന്നുള്ള ആ ധ്വനിയിലാണ് ഇവിടെ പറയുന്നത്. വാസ്തവത്തിൽ അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. എന്തായാലും വിസൃജ ശിരസി പാദം വേദ്മ്യഹം ചാടുകാരൈഃ അനുനയ വിദുഷസ്തേഭ്യത്യ ദൗത്യൈർ മുകുന്ദാത്. ഇവിടെ മുകുന്ദനിൽ നിന്ന്, ഭഗവാൻ ആരാ? മുകുന്ദനാണ്. ഗോപികമാര് അറിഞ്ഞോ അറിയാതെയോ എന്ന മട്ടില് മുകുന്ദൻ എന്ന പദം തന്നെ പ്രയോഗിക്കുന്നു. മുകുന്ദൻ എന്നാൽ മുക്തിയെ ദാനം ചെയ്യുന്നവൻ. മുക്തിം ദദാതീതി മുകുന്ദഃ, മോക്ഷതൻ ആണ് മുകുന്ദൻ. അപ്പോ മോക്ഷതനായിട്ടുള്ള അവനിൽ നിന്ന് അഭ്യയത്യ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, ദൂതനെ പോലെ വന്നിട്ട്, ദൗത്യൈഹി ചാടുകാരൈഹി അനുനയ വിദുഷഃ തേ, ദൗത്യത്തോടുകൂടെ ദൂതവാക്യങ്ങളെ കൊണ്ടും, ചാടുകാരൈഹി, ചാടുകാരങ്ങൾ, ചാടുവായ വളരെ മനോഹരങ്ങളായ പ്രിയങ്ങളായ വാക്കുകളെ പറഞ്ഞുകൊണ്ടും പ്രവർത്തിച്ചും, അനുനയ വിദുഷഃ തേ, അനുനയ വിദുഷഃ, അനുനയത്തിൽ ഞങ്ങളെ അനുനയിപ്പിക്കുന്നതിൽ വിദ്വാനാണ് നീ, മഹാസമർത്ഥനാണ്, മിടുമിടുക്കനാണ്. അങ്ങനെയുള്ള അനുനയ വിദ്വാനായ തേ ശിരസി പാദം വിസൃജ, നിന്റെ ശിരസിൽ വെച്ച പാദത്തെ നീ വിടും എന്ന് വെച്ചാൽ ആ വണ്ട് ഈ പാദത്തിന്റെ അടിയിൽ ചെന്ന് കിടക്കണ്ടോ? ഈ ഗോപികയുടെ പാദത്തിന്റെ അടി താമര പോലെയുള്ളത് കൊണ്ട് അതിന്റെ അടിയിൽ ചെന്ന് കിടക്കുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നത് പോലെ? കൃഷ്ണന്റെ ദൂതനായിരിക്കുന്ന ഇയാള് തന്റെ ശിരസില് ഇവളുടെ പാദം വെച്ചിട്ട് ക്ഷമാപണം ചെയ്യുന്നത് പോലെ, ശിരസിൽ പാദം വെച്ച് ക്ഷമാപണം ചെയ്യുകയാണ്. അപ്പൊ തന്റെ ശിരസ് കാലിന്റെ അടിയിൽ കൊണ്ടുവച്ചിരിക്കുക. അതാണ് ശിരസി പാദം വിസൃജ, നിന്റെ തലയെ എന്റെ കാലിന്റെ അടിയിൽ നിന്ന് എടുക്ക, കൊണ്ടുപോ
മതി മതി അഭിനയിച്ചത്, നീ വിദ്വാനാണ്, അനുനയത്തിൽ വിദ്വാനാണ്. വിദുഷത്തെ പാദം ശിരസി വിസർജ, നിന്റെ ശിരസിൽ വെച്ചിരിക്കുന്ന പാദത്തെ വിട്ടോളൂ. അഹം വേദ്മി, ഞാനെല്ലാം അറിയുന്നുണ്ട്. സ്വകൃതേ ഇഹ വിസൃഷ്ടാപത്യപത്യന്യലോക അകൃതചേതാഹ വിസൃജത് അസ്മിൻ കിന്നു സന്ദേയം. അവന്റെ എല്ലാ വിദ്യകളും ഞങ്ങൾക്കറിയാം. എന്താ? സ്വകൃതേ, അവന് വേണ്ടി, ഭഗവാന് വേണ്ടിയിട്ട് ഇഹ വിസൃഷ്ട അപത്യ പതി അന്യലോക, ആ കൃഷ്ണന് വേണ്ടി വിസർജിച്ചു, ഉപേക്ഷിച്ചു. ആരെയൊക്കെ? ഞങ്ങള് അപത്യങ്ങൾ സന്താനങ്ങൾ, മക്കളെ ഉപേക്ഷിച്ചു. പതി, അപത്യപതി, അന്യലോകാഹ, മറ്റുള്ള എല്ലാവരെയും, എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച്, പതികളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയും ലോകങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച്, അകൃതചേതാഹ, അങ്ങനെ ചെയ്തിട്ടും അതിനെ മറന്നവനാണിവൻ. അകൃതചേത എന്ന് പറഞ്ഞാൽ കൃതജ്ഞതയില്ലാത്തവൻ, കൃതചേതസ്സല്ല അവൻ. കൃതചേതസ് എന്ന് പറഞ്ഞാൽ കൃതത്തെ അറിയുന്നവൻ, ചെയ്തത് അറിയുന്നവൻ. കൃതചേതസ് കൃതജ്ഞൻ. അതിന്റെ ഓപ്പോസിറ്റാണ് അകൃതചേത അകൃതജ്ഞൻ. അകൃതജ്ഞൻ കൃതജ്ഞൻ. കൃതജ്ഞൻ കൃതം ഹന്തീതി കൃതജ്ഞ, ചെയ്തതെല്ലാം മറന്ന് അതിനെ നശിപ്പിച്ച് ഉപേക്ഷിച്ചു പോകുന്നവർ, നന്ദിയില്ലാത്തവർ. അതാണ് അകൃതചേത. ചെയ്തതിനെ മറന്നവനാണ് അവൻ. ഞങ്ങളെ വിസൃജത്, ഉപേക്ഷിച്ചു പോയി. അപ്പോ അവന്റെ സുഖത്തിനു വേണ്ടി ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവനെ സേവിച്ചു. പക്ഷേ ഞങ്ങൾ ചെയ്തതെല്ലാം മറന്ന് അവനിപ്പോ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി. അസ്മിൻ കിന്നു സന്ദേയം. ഇനിയിപ്പോ ഇവനെ കുറിച്ച് ഞങ്ങൾക്ക് എന്തിനു സന്ധി ചെയ്യണം? സന്ധിപ്പാൻ എന്തിരിക്കുന്നു? അപ്പൊ അവന്റെ ദൂതനായിട്ടുള്ള നീ അനുനയിപ്പിക്കാനൊന്നും വരണ്ട. നീ വിദ്വാനൊക്കെ തന്നെയാണ് അനുനയത്തില്. അതാണ് നീ നിന്റെ തലയെ പിടിച്ച് ഞങ്ങളെ കാലിന്റെ അടിയിൽ കൊണ്ടുവച്ചിരിക്കണത്. മതി മതി നിന്റെ അഭിനയൊക്കെ, പൊക്കോ. അവനുമായിട്ട് ഇനി ഒരു സന്ധിയുമില്ല. കൃഷ്ണനോട് ഞങ്ങൾക്കിനി ഒരു തരത്തിലുള്ള സന്ധിയുമില്ല. നീ നിന്റെ പാട്ടിന് പോവുക എന്ന് ഈ വണ്ടിനോട് പരിഭവം പറയണം. എന്തായാലും ഇവരുടെ ആ മനോവിഷമം ഇത് ഈ വണ്ടിയിലൂടെ ഉദ്ധവനെ കേൾപ്പിക്കുകയാണ്. ഉദ്ധവൻ ഇതെല്ലാം ചെന്ന് കൃഷ്ണനോട് പറയണം. അപ്പൊ വാസ്തവത്തില് ഇവർ പറഞ്ഞ വാക്കില് എല്ലാം ഉപേക്ഷിച്ചവർ എന്നുണ്ട്. എല്ലാ ലോകങ്ങളെയും, ഭർത്താവിനെയും മക്കളെയും എല്ലാവരുമായിട്ടുള്ള മമതാ ബന്ധങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണനിൽ സമർപ്പിതരാണവര്. ആ ഭഗവാനുമായിട്ട് തന്നെയാണ് സന്ധി വേണ്ടത്. ആ ഭഗവാനുമായിട്ട് എങ്ങനെയായാൽ സന്ധി ഉണ്ടാവുന്നതാണ് ഈ ചോദ്യത്തിന്റെ സൂക്ഷ്മാർത്ഥം. ഭഗവാനുമായി ചേരാൻ എന്താ വഴി എന്നത് വിപരീതമായി അവതരിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ സന്ധി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഭഗവാനുമായി ചേരാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ചെയ്തതായിട്ടുള്ള പുണ്യപാപങ്ങളായ കൃതങ്ങളെയെല്ലാം നശിപ്പിച്ചവനാണ് അവൻ എന്ന് പറഞ്ഞാലോ. പുണ്യപാപങ്ങളെ മുഴുവൻ നശിപ്പിച്ച്, ഞങ്ങളുടെ വാസനകളെ കർമ്മങ്ങളെ എല്ലാം നശിപ്പിച്ച് ഞങ്ങളേതാപ്പോ അവനോട് ചേർക്കാൻ അവൻ റെഡിയായിരിക്കുന്നു. അപ്പൊ കൃതജ്ഞൻ എന്ന വാക്കിന് ഞങ്ങൾ ചെയ്ത പുണ്യപാപങ്ങളെ എല്ലാം, അതിന്റെ ഫലങ്ങളെയെല്ലാം നശിപ്പിച്ച് ഞങ്ങളെ പരിശുദ്ധനാക്കിയവൻ എന്നും അർത്ഥം. ആ പരിശുദ്ധനായിട്ടുള്ള ഭഗവാനുമായിട്ടാണ് വാസ്തവത്തിൽ സന്ധി വേണ്ടത്. അതിനെ ഈ രീതിയിലൊക്കെ അവതരിപ്പിച്ചു. അപ്പൊ ഇത് പറയുന്നതെല്ലാം അവിടെ ചെന്ന് ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാന് കാര്യം മനസ്സിലായിക്കോളും. ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന്, അല്ലേ? ദൂതന് മനസ്സിലായില്ലെങ്കിലും കേൾക്കുന്ന ഭഗവാന് മനസ്സിലായിക്കോളും ഇവര് എന്തുദ്ദേശിച്ചാണ് ഇതെല്ലാം പറഞ്ഞിരിക്കണത് എന്ന്. വിസൃജ ശിരസി പാദം വ്യജ്ഞഹം ചാടുകാരൈഹി അനുനയ വിദുഷസ്തേഭ്യത്യ ദൗത്യൈർമുകുന്ദാത് സ്വകൃതൈഹ വിസൃഷ്ടാപത്യപത്യന്യലോക വ്യസൃജതകൃതചേത കിന്നു സന്ധേയമസ്മിൻ. ഇനി ഈ കറുത്തവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. ആ വണ്ട് കറുത്തവനാണ്, ഭഗവാനും
ഈ ഭഗവാൻ മുമ്പ് രാമനും വാമനനുമായിട്ട് അവതരിച്ചപ്പോഴും കറുത്ത അവതാരങ്ങളായിരുന്നു. അപ്പോഴും ഇതേ സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കറുത്തവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ പറയാതെ പറയുന്നത് എന്താണ്? രാമനും വാമനനും കൃഷ്ണനും ഒക്കെ ഒന്നു തന്നെയാണ്. അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വൈകുന്നേരം കാണാം. 5 ശ്ലോകമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 5 ശ്ലോകം വൈകുന്നേരം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പോൾ വൈകുന്നേരം കാണാം. എല്ലാവർക്കും ശുഭദിനം.